Acharya Ashtottara Srimad His Divine Grace Abhay Charanarinda Bhakti Vedanta Swami Srila Prabhupada ki Ananda Kodi Vaishnava Vrinda ki Srimad Bhagavad Gita ki Shri Radha Madhav ki Jai Gaur Premanande Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudre Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama Hare Krishna Srimad Bhagavad Gita Adhyayam 15 Slokam 11 Yadanto yoginaschainam Pasyandyatmanyavasthitam Yadandopyakritatmano Nainam Pashyantya Chetasaha Yadando yoginaschainam Pasyandyatmanyavasthitam Yadandopyakritatmano Nainam Pashyantya Chetasaha Yadando yoginaschainam Pasyandyatmanyavasthitam Yadandopyakritatmano Nainam Pashyantya Chetasa Yadandaha യജ്ഞിക്കുന്നവരായ യോഗിനഃ യോഗികൾ ഏനം ഇതിനെ ആത്മനി ആത്മാവിൽ അവസ്ഥിതം അവസ്ഥിതനായിട്ട് പശ്യന്തി കാണുന്നു അകൃതാത്മനഃ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരായ അചേതസഃ മന്ദബുദ്ധികൾ യദന്തഃ അപി യത്നിച്ചാലും ഏനം ഇത് ന പശ്യന്തി കാണുന്നില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സമർപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഭാവാർത്ഥം: ആധ്യാത്മികമായ ആത്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന അതീന്ദ്രിയവാദികൾ അനേകമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ഒരാൾക്കും ജീവാത്മാവിന് ശാരീരികമായി വരുന്ന മാറ്റങ്ങളെ തികച്ചും അറിയാനാവില്ല. ഇവിടെ യോഗിന എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികൾ എന്ന് പറയുന്നവർ പലരുമുണ്ട്. യോഗികളുടേതെന്നറിയപ്പെടുന്ന സംഘടനകളുമുണ്ട്. ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരും അന്ധതയിൽ തന്നെ. ചില കായിക വ്യായാമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് ദേഹദാർഢ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ തൃപ്തിയായിരിക്കും. മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് അറിഞ്ഞില്ല. യദന്തോപ്യ അകൃതാത്മാനഃ എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഒരു പ്രത്യേക യോഗ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരുമാണ്. ഇത്തരക്കാർക്ക് ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരിക്കും യോഗചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്, ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണാവബോധത്തോടെയുള്ള
വിശുദ്ധ ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഭയ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയേതെങ്കിലും യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരണം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വര. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോഖ്യകൃതാത്മാനോ നൈനം പശ്യന്തി ചേതസഃ. ഹരേ കൃഷ്ണ. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ശ്ലോകങ്ങളില് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ്, യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാക്കള് എന്റെ തന്നെ അംശമാണ്. അവര് മനസ്സ് തുടങ്ങിയ ഈ 6 ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് അവര് വിഷയ ആസ്വാദനത്തിൽ ഏർപ്പെട്ടിരുന്നത് മൂലം അവര് ദുഃഖിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പ്രകൃതിസ്ഥാനി കർഷതി, അവര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോ ഓരോ ശരീരം സ്വീകരിച്ചിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോഴും ആ ശരീരത്തിൽ ആത്മാവ് അവസ്ഥിതനായിരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ഒരു സംസ്കാരം, അത് അല്ലെങ്കിൽ ആ വാസന അത് എടുത്തുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഭൗതിക ലോകത്തിൽ ഈ ജീവാത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു കാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് പോകുന്ന വഴിയിൽ എന്താണോ ഉള്ളത്, അത് സുഗന്ധം പൂരിതമായ സ്ഥലമാണെങ്കിൽ ആ കാറ്റ് അത് വഹിച്ചുകൊണ്ട് പോകുന്നത് സുഗന്ധമായിരിക്കും. ദുർഗന്ധപൂരിതമാണെങ്കിൽ ദുർഗന്ധമായിരിക്കും. എന്താണ് അവിടെ ഉള്ളത്, അതുപോലെ ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക് ആത്മാവ് പോകുമ്പോൾ ആ ശരീരസ്ഥനായിരിക്കുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കിയ വാസനകളെയും ചുമന്നുകൊണ്ട് ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് സഞ്ചരിക്കും എന്ന് പറയുന്നു. എങ്ങനെയാണ് വിഷയഭാവ സുഖങ്ങളെന്ന് പറയുന്നു. ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, ഈ ആത്മാവിനെ, ഇങ്ങനെയുള്ള ആത്മാവിനെ, ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകുന്ന ആത്മാവിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത്? ആത്മസാക്ഷാത്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് യതന്തഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, ആത്മീയമായ തപശ്ചര്യകൾ അനുസരിക്കുന്ന ആൾക്കാരാണ് യതന്തഹ എന്ന് പറയുന്നത്. പ്രയത്നിക്കുന്നവർ. യജ്ഞിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരത്തിൽ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ കുറിച്ച് അറിയാനുള്ള പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ജീവിതം നയിക്കുന്ന ആൾക്കാർ, ആത്മാവിനെ പറയാൻ, അതായത് സാധനകള് അനുഷ്ഠിക്കുന്ന ആൾക്കാർ. നമ്മുടെ സാധന ജപമാണ്, അല്ലെങ്കിൽ യോഗമാണ്, ജപയോഗമാണ്, അല്ലെങ്കിൽ ഭക്തിയോഗമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇങ്ങനെ ആരാണോ ഭഗവാനെ കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവര്, നമ്മുടെ പ്രയത്നമൊക്കെയാണ് നമ്മള് മുട്ട മാംസം ഇതൊന്നും കഴിയില്ല, 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്, നമ്മൾ 16 മാല ജപിക്കുന്നുണ്ട്, ഏകാദശി മുതലായ വ്രതചര്യകൾ എടുക്കുന്നുണ്ട്, ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ പ്രയത്നം, നമ്മുടെ ആധ്യാത്മിക സാധന എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സാധനകൾ നിത്യമായി അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു പറയുന്നു. അങ്ങനെയുള്ള യോഗികൾക്ക് മനസ്സിലാക്കുന്നു. യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരാള് ഈശ്വരനുമായി, ഒരു ജീവാത്മാവ് പരമാത്മാവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ, അയാളാണ് യോഗി എന്ന് പറയുന്നത്. യോഗി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് പരമാത്മാവുമായിട്ട് നിരന്തരമായ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് യോഗി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ സാധനയിൽ ഏതൊരു വ്യക്തിയാണോ നിരന്തരമായി ഭഗവാനുമായിട്ട് ഒരു നിരന്തര ബന്ധം, ഒരു ഇടമുറിയാത്ത ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള അയാൾക്ക് മാത്രം ഇത് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പറയുന്ന ആർക്കിത് മനസ്സിലാക്കുന്നില്ല, അയാള് ആത്മന്യവസ്തുതം എന്ന് പറയുന്നത്, ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് അവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ആത്മാവിനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രയത്നിക്കുന്നവർക്ക് മാത്രം, ആത്മസാക്ഷാത്കാരം നടത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, സാധന അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുന്നെന്ന് പറയുന്നു. എന്നാൽ അകൃതാത്മനഃ, ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ആൾക്കാരെയാണ് അകൃതാത്മനഃ എന്ന് പറയുന്നത്. അവരൊക്കെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാവില്ല. ആത്മാവിനെ മനസ്സിലാക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും, ഒരുപാട് കേട്ടാലും ശരി, ഇതിനെ പറ്റി എത്ര തന്നെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും ശരി, അവർക്ക് ആത്മാവ് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഒരുപക്ഷെ അവര് പ്രയത്നിക്കുന്നവരായിരിക്കാം, അവർ പറയുന്നത് പോലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കാം, നിരന്തരം ജപിക്കുന്നവരായിരിക്കാം,
ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് ആത്മാവിനെ കുറിച്ച് മനസ്സിലുള്ള. കാരണം എന്താണ്, അവര് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാവില്ല, ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടായിരിക്കുകയില്ല. അപ്പോ ഒരാള് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ പ്രവർത്തനത്തിൽ അയാൾ എന്തുണ്ടാക്കിയിരിക്കണം? ഹൃദയത്തില് പരിശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പൊ ഹൃദയത്തിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ? അതെ, മാതാജി പറഞ്ഞ പോലെ കാമക്രോധം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെയാണ് ഹൃദയത്തിലുള്ള ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാലിന്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഒരു ആത്മസാക്ഷാത്കാരത്തിന് ഇപ്പൊ ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം 10-20 വർഷമായിട്ട് ജപിക്കുന്നുണ്ട്, നിയമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും കാമവും ക്രോധത്തിനും ഇടമുണ്ടെങ്കിൽ, കാമവും ക്രോധം, എന്റെ ആസക്തി ഇപ്പോഴും ഭൗതിക ലോകത്തിലുള്ള ആസ്വാദനമാണ്, ഇന്ദ്രിയ വിഷയങ്ങൾക്കുള്ള ആസ്വാദനമാണെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാവില്ല? എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഈശ്വരൻ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ, ശ്രീല പ്രഭുപാദ് പറഞ്ഞ, അങ്ങനെയുള്ള ആൾക്കാർ പുണ്യവാന്മാർ മാത്രമായിരിക്കും. അവർ ഒരു പുണ്യാത്മാവ്. അവർക്ക് ഈ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് എവിടെ പോവാം? സ്വർഗീയ ലോകങ്ങൾ, ഉപരിലോകങ്ങളിൽ, ഉന്നതമായ ഉപരിലോകങ്ങളിൽ പോയി അവിടെ ഇരുന്ന് അവർ ഈ ഹൃദയത്തിൽ ഇവിടെ ഇരുന്നപ്പോ, ഈ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ എന്തൊക്കെയാണോ അയാൾ ആഗ്രഹിച്ചത്, ആ ആഗ്രഹങ്ങളെല്ലാം അവിടെ അയാൾക്ക് സാധിക്കാൻ പറ്റും. ഉന്നതമായ ഗ്രഹങ്ങളിൽ പോയിരുന്ന് അയാൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന, ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിക്കേണ്ടി വരും. അങ്ങനെ അയാൾ പലവട്ടം പല ഗ്രഹങ്ങളിൽ, ഒരു ഗ്രഹങ്ങളിൽ വേറൊരു തലത്തിലേക്ക്, പല ഉന്നത ഗ്രഹങ്ങളിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഈ ഭൂമിയിൽ വന്ന് അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? വീണ്ടും ഭഗവാനെ തിരിച്ചറിയണം, ഭഗവാനെ അറിയണം, ഭഗവാനെ മനസ്സിലാക്കണം, അയാൾ ഹൃദയശുദ്ധി വരുത്തണം. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞത് ഹൃദയശുദ്ധി, ഒരു ജീവാത്മാവിന് ഹൃദയത്തിൽ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. 84 ലക്ഷം ജീവിവർഗങ്ങളിൽ കൂടി ജന്മജന്മാന്തരങ്ങളിൽ കൂടെ കറങ്ങി അവസാനം പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള പരിശുദ്ധി, എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നല്ലതായിക്കോട്ടെ, ചീത്ത ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ അസൂയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്നേഹമായിക്കോട്ടെ, നമുക്ക് പ്രിയപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുക്കുന്നതായിക്കോട്ടെ, എന്തൊക്കെ വികാരങ്ങൾ നമ്മളെ ഉള്ളിലുണ്ടോ, എന്തൊക്കെ ആസക്തി നമ്മളെ ഉള്ളിലുണ്ടോ, അതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജീവൻ എടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ജീവികളായിട്ടായിരിക്കും. കാമാസക്തി അധികമായി കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ശരീരത്തിൽ അയാൾക്ക് കാമാസക്തി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതികൾ ഒരുപാടുള്ളത് കൊണ്ട് അയാൾ അത്തരത്തിലുള്ള ജീവിവർഗങ്ങളിൽ പോയി ജീവൻ എടുക്കേണ്ടി വരും. അങ്ങനെ എത്രയോ കാലം ആ ജീവന്റെ ആ ഉടലിലിരുന്നിട്ട്, ആ ശരീരത്തിലിരുന്ന് അയാൾ ആ ആസക്തി വരുത്തതിന് ശേഷം അയാൾക്കുണ്ടായിരുന്ന വേറൊരു സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ശരീരം വീണ്ടും എടുക്കേണ്ടി വരും. അങ്ങനെ വളരെ കറങ്ങി 84 ലക്ഷം ജീവിവർഗങ്ങൾ കറങ്ങി വരുന്ന പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു 84 വർഷം കൊണ്ട് വരുന്നതാണ്. അങ്ങനെ 84 വർഷമോ 84 ജന്മങ്ങളോ അല്ല, ചിലപ്പോൾ യുഗങ്ങൾ തന്നെ എടുത്തിരിക്കാം നമ്മൾ ഈ കറങ്ങി വരാനായിട്ട്. നമ്മൾക്ക് ഏതൊക്കെയോ യുഗങ്ങളിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ കറങ്ങി വരുന്നത്. അതിന് പരിമിതിയില്ല. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരുണ്യം കൊണ്ട്, ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മനുഷ്യ ശരീരം ലഭിക്കാം. അല്ലെങ്കിൽ ഈ ചുറ്റി വരുന്ന കണക്കനുസരിച്ച് നമുക്ക് ഭഗവാൻ ഒരു ചാൻസ് തരും. ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയതിനു ശേഷം ഇവിടെ ഇരുന്ന് ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പൊ ഇതിനെ ആര് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല? നമ്മൾ രാവിലെ ക്ലാസ്സിൽ ചോദിച്ചാൽ ആർക്കാ ഈ ചെറിയ കുഞ്ഞു ജീവികളൊക്കെ ഉണ്ട്, അവരൊക്കെ കാര്യം എന്താണെന്ന്. അപ്പൊ ഈ കുഞ്ഞു ജീവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ പോലെയുള്ള ആത്മാക്കളാണ്. അവരവരുടെ ആത്മാവിന്റെ ആ പരിണാമഘട്ടത്തിന്റെ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞു ജീവിയായിരുന്നു, അത് കഴിഞ്ഞ് വേറൊരു ജീവിയായിരിക്കണം. ഈ മനുഷ്യ ജന്മം നമുക്ക് തന്നിരിക്കുന്നത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ആത്മാവിനെ, ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് അറിയേണ്ട, നമ്മൾ അന്വേഷിക്കേണ്ട ഒരേ ഒരു സാധനം എന്താണ്? ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ലക്ഷക്കണക്കിന് ജീവിത വർഗങ്ങൾ കറങ്ങി തിരിഞ്ഞ് വന്നത്, എന്തിന് ഞാൻ ഈ മനുഷ്യ ജീവിതത്തിൽ നിന്ന് വന്നു, എന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ഉദ്ദേശമാണ്, ഞാൻ ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, എനിക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു സന്തോഷം ഞാൻ തിരഞ്ഞെടുക്കാം. ഒരുപാട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈംഗിക ജീവിതമായിക്കോട്ടെ, അല്ലെങ്കിൽ ധനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ ശ്രമിച്ചോട്ടെ. പക്ഷെ അതൊന്നും എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല. ബുദ്ധിയുള്ള ഒരാൾ ചിന്തിച്ചു നോക്കും, ഇത്രയൊക്കെ രീതിയിൽ ഞാൻ ഈ ഭൗതിക ലോകത്തിൽ ആസ്വദിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് എന്തിന് അവസരം കിട്ടുന്നില്ല? എനിക്ക് അതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിന് എനിക്ക് ഒരുപാട് കാലം ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാത്തിനും പരിമിതി എനിക്ക് കിട്ടുന്നു.
എന്റെ ആസ്വാദനത്തിന് എനിക്കൊരു മടുപ്പും വന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് എനിക്ക് ഈ ശരീരം തന്നത്? എനിക്ക് ഒരു സുഖവും എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈശ്വരൻ എന്തിനാണ് എന്റെ അടുത്ത് ഇത്ര വലിയ വൈരാഗ്യം നമ്മൾ സൃഷ്ടി? ഈശ്വരൻ ദുഷ്ടനാണ്, ക്രൂരനാണെന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ ശരീരത്തിൽ ഇവിടെ സൃഷ്ടിച്ചതിന് ശേഷം എനിക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തിന് അസുഖം തന്നു? എനിക്ക് എന്തിന് രോഗം തന്നു? എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് മതി വരുവോളം ആസ്വദിക്കാൻ എനിക്ക് പറ്റാത്തത്? ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടാവും. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഈ മനുഷ്യ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്താണ്? ആ ഈശ്വരനെ എനിക്ക് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ശരീരം എനിക്ക് തന്നത്. അപ്പൊ ഈ മനുഷ്യ ശരീരം വെച്ചുകൊണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഞാൻ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വന്നതാണെന്നറിയാം. ആ വന്ന കാര്യം മറന്നിട്ട് ഞാൻ വേറെന്തൊക്കെയോ അന്വേഷിച്ചിരിഞ്ഞ് നടക്കുകയാണ്. നമുക്ക് കിട്ടിയ ശരീരം ഒരു ഉപകരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് അതിന് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഃഖവും ദുരിതവും ഉണ്ടാവും. ഉദാഹരണത്തിന് ഈ മൊബൈൽ ഫോൺ, എന്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് എനിക്ക് നോവൽ എഴുതണം എന്നൊരാഗ്രഹം. ഞാൻ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഞാൻ ഇതിൽ നോവൽ എഴുതാൻ തുടങ്ങാം. അപ്പൊ ഇതിൽ നോവൽ എഴുതി കുറേ സമയം ഞാൻ ഇതിൽ ഈ കുഞ്ഞു സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് നോവൽ പകുതിയാകുമ്പോൾ എന്റെ കൈയുടെ അവസ്ഥയും മോശമാവും. പിന്നെ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. കൈയൊക്കെ ചിലപ്പോൾ നീരടിച്ചെന്നിരിക്കും. നോവൽ എഴുതാൻ എനിക്ക് പറ്റില്ല. അതിന് ഞാൻ ഈ മൊബൈലിനെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഈ മൊബൈൽ എനിക്ക് തന്നിരിക്കുന്നത് വേറെ പർപ്പസാണ്. ഇതെനിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നിരിക്കുന്നത്. എനിക്ക് നോവൽ എഴുതണമെങ്കിൽ അതിനെ ഞാൻ വലിയ നോട്ട് ബുക്ക് എടുത്ത് പേന എടുത്ത് എഴുതണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ എന്റെ മുമ്പ് കൊണ്ടുവച്ച് ഞാൻ അതിൽ എഴുതണം. അതിന് പകരം ഞാൻ മൊബൈൽ ഫോണിൽ എഴുതാൻ ശ്രമിച്ചു. അപ്പൊ എന്ത് പറ്റി? അത് എന്റെ ശരീരത്തിനും എന്റെ ബുദ്ധിക്കും എന്റെ കണ്ണിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. എന്റെ ആരോഗ്യത്തിനും ഒക്കെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ നോവൽ എഴുതാനുള്ള പർപ്പസിന് അല്ല ഇതുള്ളത് മനസ്സിലാക്കി. അതുപോലെ ഈ ശരീരം ഇവിടെ സൃഷ്ടിച്ചത് ഒരേ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരത്തിന്, ഈശ്വരനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൗതിക സുഖ ആസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല. ഭൗതിക സുഖ ആസ്വാദനം, ഇന്ദ്രിയ ആസ്വാദനത്തിന്, ഇവിടെ സുഖിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റുള്ള തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ, എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നിരിക്കും. എനിക്ക് കൈയും കാലും ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിൽ, ഈ കണ്ണും എല്ലാം, ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം തന്നിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്, ഇവിടുന്ന് വെളിയിലേക്ക് പോകണം. ഇത് ഉപയോഗിച്ച് ഞാൻ ഭഗവാനെ സേവനം ചെയ്ത് പുറത്തേക്ക് വരണം. അങ്ങനെ ഞാൻ ശ്രമിക്കാതെ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ ഈ ഭൗതിക ലോകത്ത് ഇരുന്ന് തന്നെ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. അത് നടക്കുമോ? കാരണം പർപ്പസ് വേറെയാണ്. എനിക്ക് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റില്ല. എനിക്ക് ചില സുഖങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ഈ ബോഡി ശരീരം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നിനക്ക് ഈ സുഖം ആസ്വദിക്കണമെന്നല്ലേ ആഗ്രഹം? ശരി, നിനക്ക് അതിനനുസരിച്ച് ഒരു ശരീരം തരാമെന്ന് പറയും. എനിക്ക് ഒരുപാട് കാമം എന്റെ ദിവസം അതെനിക്ക് ആഗ്രഹിച്ച് തരുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ശരി, നിനക്കൊരു കുരങ്ങന്റെ ജന്മം തരാമെന്ന് പറയും. കുരങ്ങനായിട്ട് ജനിക്കാം. മനസ്സിലായി? കുരങ്ങനായിട്ട് ജനിച്ചിട്ട് ആ ആസ്വാദനം തീർത്തിട്ട് വരാൻ പറയും. അടുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് ആസ്വാദനത്തിനുണ്ടെങ്കിൽ അതിന് ശരി, നിനക്ക് അതിന് ഈ ബോഡി വേണ്ട, ഇത് വേറെ പർപ്പസിനാണ് എന്ന് പറഞ്ഞ് എനിക്ക് വല്ല ആനയുടെയോ വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റി ഒരു ശരീരം എനിക്ക് തരും. ആ ശരീരത്തിൽ പോയി ആസ്വദിക്കാം. അതുപോലെ ഓരോ ആൾക്കാർക്കും എനിക്ക് ഗന്ധം ആസ്വദിക്കണമെങ്കിൽ, അതേപോലെ പൂവിൽ വണ്ടായിട്ട് എനിക്ക് ജനിക്കാം. എന്റെ നാവിനെ ആസ്വദിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഓരോ ശരീരം കിട്ടാം. അതിനൊന്നും ഈ ശരീരം പറ്റൂല. ഈ ശരീരം ഉപയോഗിച്ച് നമുക്ക് ഒരു ആസ്വാദനവും പൂർണ്ണമായിട്ട് നടത്താൻ പറ്റില്ല. കാരണം ഇത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ശരീരം ഉപയോഗിച്ചിട്ട് ഇന്ദ്രിയ ആസ്വാദനം നടത്താൻ പോകുമ്പോൾ നമുക്ക് ദുഃഖവും ദുരിതമായിരിക്കും. നന്നായിട്ട് ആവശ്യത്തിലധികം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അസുഖം ഉണ്ടാവും. കണ്ണുകൾ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിന് ദുഃഖം ഉണ്ടാക്കിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ശരീരം ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കാതെ ഈ ശരീരം ഉപയോഗിച്ചിട്ട് കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതിനെല്ലാം എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ വിഷയങ്ങളെ നിയന്ത്രിക്കാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇന്ദ്രിയങ്ങൾ. ഇത് ഉപയോഗിച്ച് ഒരാൾ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ട് കാമവും ക്രോധവും ലോഭവും മോഹവും നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കണം. ഇതിന്റെ തന്നെ നമ്മൾ ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായം ചോദിക്കുമ്പോൾ, മൂന്നാമത്തെ അധ്യായത്തിന് അതിന്റെ 39, 36, 38 അഗ്രത്തിൽ എങ്ങനെയാണ് കാമം ഒരാൾ ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങി കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ അടുത്ത് പറയും, ഒരാൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് കൃഷ്ണ പാപം ചെയ്യിക്കുന്നത്? ഒരാൾ ഞാൻ പാപം ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല,
എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും അറിയാതെ പാപം ചെയ്തു പോകുന്നു, തെറ്റിലേക്ക് വീണ് 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 പോകുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോ അതിനകത്ത് ഭഗവാൻ പറയുന്നു, അർജുനൻ പറയുന്നു, അതിനടുത്ത് ഭഗവാൻ പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാത്താനോ വിദ്യേഹമിവ വൈരിണം. ഈ കാമം, രജോ ഗുണത്തിൽ നിന്നുണ്ടായ കാമവും ക്രോധവുമാണ് യഥാർത്ഥത്തിൽ നിന്റെ ശത്രു. ഈ കാമവും ക്രോധമാണ് നിന്നെ, ജ്ഞാനികളെ പോലും ഇത് ആവരണം ചെയ്തിട്ട്, ഇത് ഈ കാമവും ക്രോധവും ആവരണം ചെയ്തിട്ട് ഈ ഭൗതിക ലോകത്തിൽ അവരെ കഷ്ടപ്പെടുത്തുന്നത് ആരാണെന്ന് പറയുന്നു? ഈ കാമവും ക്രോധം. അപ്പൊ ഈ കാമവും ക്രോധത്തിന് ബന്ധത്തിൽ നിന്ന് ഒരു ഹൃദയത്തിൽ നിന്ന് വെളിവാക്കണം. അപ്പോ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് മാറണം? ഈ മാലിന്യങ്ങൾ മാറണം. എന്നാൽ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഇല്ല, നമ്മളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. ഇതിന് ഈ ചെയ്യുന്ന കാര്യം, ഈ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഈ മാലിന്യം ഇറങ്ങണമെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം നടക്കില്ല. അതിന് പരമമായിട്ട്, ആത്യന്തികമായിട്ട് ഭഗവാന്റെ ഒരു ഇടപെടൽ അതിനകത്ത് വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാകരുത്. യഥാർത്ഥത്തിൽ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന എന്റെ ഹൃദയം ശുദ്ധിക്കണം, എന്റെ ഹൃദയത്തിൽ നിന്ന് കാമം ക്രോധം മാറ്റണം എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അത് അത്ര എളുപ്പം വിജയിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കാമത്തിനെ നാളെ മുതൽ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് എവിടെ നിന്ന്, വിശ്വാമിത്രൻ അങ്ങനെയാണ് ചെയ്തത്. എന്റെ ഹൃദയത്തിൽ നിന്ന് കാമവും ക്രോധവും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? 10,000 വർഷം തപസ് ചെയ്തു. ആ 10,000 വർഷത്തെ തപസ്സിന് ശേഷം ആര് വന്നു? മേനകയുടെ എന്നുള്ള ആ ചെറിയ കൊലുസിന്റെ കിലുക്കം കേട്ടതും വിശ്വാമിത്രൻ പരാജയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള കാമവും ക്രോധത്തിന് അങ്ങനെ ഒരുപാട് നിവർത്തിയുണ്ട്. വീണ്ടും പോയി തപസ് ചെയ്തു വിശ്വാമിത്രൻ, വീണ്ടും മേനക വന്നു, വീണ്ടും വീണ്ടും. അപ്പൊ എന്റെ ഹൃദയത്തിലുള്ള കാമത്തിനെയും ക്രോധത്തിനെയും ഇല്ലാതാക്കണമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് കാമവും ക്രോധവും ഇല്ലാതാവില്ല, ഒരിക്കലും ഇല്ലാതാവില്ല. അതിനാരുടെ ഇടപെടൽ വേണം? ഭഗവാന്റെ ഇടപെടൽ വേണം. അപ്പൊ ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്റെ ഹൃദയത്തിൽ കാമമുണ്ട് ഭഗവാനെ, ക്രോധമുണ്ട് ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണം. എപ്പോഴാണോ ഭഗവാൻ സംതൃപ്തനാകുന്നത്, ഭഗവാൻ നമ്മളിൽ കാരുണ്യം ചൊരിയുന്നത്, ആ സമയത്ത് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാമവും ക്രോധവും ഇല്ലാതാവുള്ളൂ. അപ്പോ ഈ കാമക്രോധാദികളെ ഇല്ലാതാക്കണമെങ്കിൽ നിരന്തരമായ ഈശ്വരന്റെ സ്മരണയിൽ നമ്മൾ ഇരിക്കണം. ഈശ്വരന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ മാറ്റാൻ വേണ്ടി ഇരിക്കും. ഇന്ന് ഞാൻ 16 മാല ജപിക്കുകയാണ്, നാളെ 16 മാല ജപിച്ചു, എന്നും രാവിലെ ഞാൻ മംഗളാരതി കഴിച്ച് 16 മാല ജപിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസവും രാവിലെ ഞാൻ അതിൽ അഹങ്കരിച്ച് ഞാൻ എന്നും രാവിലെ 16 മാല ജപിച്ചുകൊണ്ടിരുന്നാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് 16 മാല ജപിക്കുന്നുണ്ടെങ്കിലും അഹങ്കാരമാരുണ്ട്. എനിക്കറിയാം, അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 16 മാല ദിവസവും മുടങ്ങാതെ ജപിക്കും. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് നിന്നൊരു വാക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു വാക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരും, അവർ പെട്ടെന്ന് ഫാൾ ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. കാരണം അവരെന്ത് ചെയ്തു? അവരുടെ ഞാൻ എന്റെ പ്രയത്നം കൊണ്ട് ഞാൻ പരിശുദ്ധനാവും, എന്റെ പ്രയത്നം കൊണ്ട് ഞാനൊരു ഭക്തനാവും എന്നുള്ള ബോധത്തിൽ, എന്റെ പ്രയത്നം കൊണ്ട് എനിക്കൊരു ഭക്തനാവാൻ പറ്റും. അയാൾ സ്വയം പ്രയത്നിക്കുകയാണ്. ഇതുപോലെ ദ്രൗപദി സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച കണക്ക്. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ പോയപ്പോ ദ്രൗപദിയെ എന്ത് ചെയ്തു? ആ വസ്ത്രത്തിൽ ഈ പിടിക്കുന്നവരെല്ലാം ഭയങ്കര മല്ലന്മാരാണ് വസ്ത്രം അഴിക്കുന്നത്. ദ്രൗപദി എന്ത് ചെയ്തു? ആദ്യം സ്വന്തം കൈ കൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു, ഭർത്താക്കന്മാരെല്ലാം വിളിച്ചു, എന്നിട്ടും അതൊന്നും നടന്നില്ല. കാരണം ആരാണ്? ഇവരെല്ലാം ശക്തന്മാരാണ്. അവസാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം എനിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ശരണം പ്രാപിക്കുമ്പോഴാണ് ദ്രൗപദി രക്ഷ. പ്രയത്നം, നമ്മുടെ ആ പ്രയത്നം എപ്പോഴും എന്ത് ചെയ്യണം? വിടാതിരിക്കുക. അതിനാണ് ശ്രീല പ്രഭുപാദ് ഒരു കുരുവിക്കുഞ്ഞിന്റെ കഥ പറയും. ഒരു കുരുവിക്കുഞ്ഞ് അതിന്റെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കൊണ്ട് ആ കുരുവിക്കുഞ്ഞ് എന്ത് ചെയ്തു? ആ കടലിൽ അതിന്റെ മുട്ട കവർന്നെടുത്തുകൊണ്ട് പോയ കടലിന്റെ കയ്യിൽ നിന്ന് മുട്ടയെ തിരിച്ചെടുത്തു. എങ്ങനെയാണ്? അതിനെ കടലിനടുത്ത് റിക്വസ്റ്റ് കൊടുത്തില്ല, അതെന്നും കടലിലെ കുറെ വെള്ളം കൊത്തിയെടുത്ത് കരയിൽ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ പ്രയത്നം അതിനെ കൊണ്ട് പറ്റൂല, അത് പ്രയത്നം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്റെ പ്രയത്നം കണ്ടിട്ട് പക്ഷി രാജാവായ ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വന്ന് അതിനടുത്ത് അതിനെ സഹായിക്കാൻ തുടങ്ങി. കടലിലെ വെള്ളം കുടിച്ചു വെത്തിക്കാൻ പോയി. ആ സമയത്ത് വരണ അതിന്റെ മുട്ടകളെ തിരിച്ചു കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഉപദേശാമൃതം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട്. ഉപദേശാമൃതം എന്ന് പറഞ്ഞ ബുക്ക് നോക്കിയാൽ ആ പുസ്തകത്തിലെ ശ്ലോകം നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ്? ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന
സംഗത്യാഗ സദോബുദ്ധേ ഷഡ്വിഡ് ഭക്തി പ്രസിദ്ധി. അപ്പൊ നമ്മള് ഈ ഒരുപാട് തപശ്ചര്യകൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ, വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് അത് നേടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പൂർണ്ണത ഉണ്ടാവുന്നില്ല. 10, 16, 20 വർഷം ഞാൻ ജപിച്ചു, ഇത്രയും വർഷം ജപിച്ചു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടൊരു ഭക്തനാവാൻ പറ്റിയില്ല, എന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് ഉപദേശാമൃതത്തിലെ ആദ്യത്തെ ശ്ലോകം എടുക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? ഒന്നാമത്തെ ശ്ലോകം, വാചോവേഗം മനസക്രോധ വേഗം ജിഹ്വാവേഗം ഉദരോപസ്ഥ വേഗം ഏതാം വേഗാൻ യോ വിഷഹേദ തീര സർവാമപീമാം പ്രതിബിംസ സൃഷ്ടാ. വാചോവേഗം. അപ്പൊ ആ പ്രയത്നം എങ്ങനെയുള്ളതായിരിക്കണം? ഭഗവാന്റെ സേവനത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. വാചോവേഗം, നമ്മൾ സംസാരിക്കാനുള്ള ത്വരയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഞാൻ ചിലപ്പം സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് കുറ്റം പറയുന്ന ഒരു 10 മിനിറ്റ് ആയിരിക്കും. ഞാൻ ഇനി ഒരാളെ കുറിച്ച് ഒരാളുടെ അടുത്ത് കുറ്റം പറയുന്നത് വെറും 10 നിമിഷമേ കുറ്റം പറയുള്ളൂ. പറഞ്ഞപ്പോ ഞാനൊരു 10 മിനിറ്റല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ 10 നിമിഷം ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു എഫക്റ്റ്, ഞാൻ ഒരാളെ കുറിച്ച് 10 നിമിഷം പറഞ്ഞപ്പോൾ ഉണ്ടായ ആ എഫക്റ്റ് എവിടെ കിടക്കും? എന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് ചിലപ്പോ 10 നിമിഷം ആയിരിക്കില്ല, ചിലപ്പോ 10 ദിവസം ആയിരിക്കില്ല, ചിലപ്പോ 10 വർഷമായിരിക്കില്ല, ചിലപ്പോ അത് 10 ജന്മങ്ങളും ആയിരിക്കില്ല. അതിന്റെ എഫക്ട് നമ്മളെ ഹൃദയത്തിൽ കിടക്കുന്നത്. നമ്മൾ ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയുന്നെങ്കിൽ ചിലപ്പോ കുറച്ച് സമയം കിടക്കാം, ചിലപ്പോ ഒരു വർഷം കിടക്കാം, ചിലപ്പോ 10 വർഷം കിടക്കാം, ചിലപ്പം ജന്മങ്ങൾ തന്നെ അതിന്റെ എഫക്ട് നമ്മളെ ഹൃദയത്തിൽ കിടക്കാം. അപ്പൊ നമ്മളെ വാക്ക് കൊണ്ട് നമ്മൾ പറയുമ്പോ നമ്മുടെ വാക്കിനെ എപ്പോഴും നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, എന്റെ മനസ്സിൽ ഉണ്ടാവുന്ന ആഗ്രഹമെല്ലാം ഞാൻ എന്റെ വാക്ക് കൊണ്ട് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്റെ ഭഗവാൻ എന്താണോ കൃഷ്ണന്റെ സംപ്രീതിക്കുള്ളത്. ഒരു ഭക്തനെ പുകഴ്ത്താൻ എനിക്ക് എങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് എങ്ങനെ പുകഴ്ത്താൻ പറ്റും, ആ രീതിയിൽ പരിശീലിക്കണം. കൃഷ്ണാബോധത്തിൽ വരുന്ന എല്ലാവർക്കും അത് തുടക്കത്തിലാവണമെന്നില്ല, അതങ്ങനെ നടക്കണമെന്നില്ല. പക്ഷെ ക്രമേണ ഒരാള് അയാളുടെ ശ്രവണം, മറ്റുള്ള ശ്രവണത്തിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് അയാൾക്ക് സാധിക്കും. പിന്നെ മനസ്സിന്റെ ത്വര, മനസ്സിന്റെ ആഗ്രഹങ്ങൾ അതിനെ നിയന്ത്രിക്കണം. ക്രോധവേഗം, കോപം, നമ്മുടെ ദേഷ്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പൊ എന്റെ അടുത്ത്, ഞാൻ ഇതേപോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് എന്റെ അടുത്ത് ഒരു പ്രഭു ചോദിച്ചു, പ്രഭു ഞങ്ങൾ ഓഫീസിൽ പോകും, ഓഫീസിൽ പോകുമ്പോ അവിടെ എന്റെ കീഴ് ജോലിക്കാരുണ്ട്, എന്റെ താഴെയുള്ള ജോലിക്കാരുണ്ട്. അവരൊന്നും ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ദേഷ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരെ പണി ചെയ്യില്ല പ്രഭു. ഞാൻ ഡിവോട്ടി ഭക്തനാണ്, ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരൊന്നും വർക്ക് ചെയ്യില്ല, അവരവരെ തോന്നിവാസത്തിന് ചെയ്യും. അവസാനം ഞാൻ ഇതിനൊക്കെ സമാധാനം പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരാള് എപ്പോഴാണോ അയാളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അയാളുടെ കർമ്മത്തിന് ചിലപ്പോൾ അയാളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചിലപ്പോൾ അയാൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നേക്കാം. അത് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അയാൾ ആ ഒരു പ്രത്യേക കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ദേഷ്യപ്പെടാം. ഞാനിപ്പോ കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക്, പിന്നെ ദേഷ്യപ്പെടാതിരുന്ന എങ്ങനെ എന്റെ ജോലി ചെയ്യും? എന്റെ പിള്ളേരുടെ അടുത്ത്, മക്കളുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെടാതിരുന്ന എങ്ങനെ ഞാൻ അവരെ മര്യാദ പഠിപ്പിക്കും? ചില അങ്ങനെയല്ല. ദേഷ്യം ഒരിക്കലും എന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്. അപ്പൊ എനിക്ക് എന്റെ ഈഗോ ഹർട്ടാവുമ്പം ഞാൻ ദേഷ്യപ്പെടുന്നത് വേറെ. അയാൾ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ദേഷ്യം വരാം. ഞാൻ അയാളെ പോയി അടി കൊടുക്കാം, അയാൾ ഉടക്കാൻ പോവാം, അയാളെ പിടിച്ച് 10 ചീത്ത പറയാം, ഇതൊക്കെ ചെയ്യാം. അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിനെ നന്നാക്കാൻ വേണ്ടി നമുക്ക് ദേഷ്യപ്പെടാം. അതിനാണ് നിയന്ത്രണം എന്ന് പറയുന്നത്. നിയന്ത്രണം നമ്മൾ ചെയ്യുമ്പോൾ, ഒരാളുടെ ദേഷ്യത്തിന് നിയന്ത്രിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് എന്റെ എന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണോ എന്റെ ഈഗോ ഹർട്ടാവുന്നത്, ആ രീതിയിൽ ദേഷ്യം വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവിടെ നിയന്ത്രിക്കേണ്ടത്. നമ്മളെ എളിമത്വം, നമ്മളത് മനസ്സിലാക്കിയിട്ട് ഹമ്പിളായിട്ട് അത് നമ്മളെ സ്വീകരിക്കാൻ പഠിക്കണം. എപ്പോ ഞാൻ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു, അല്ല ഇതൊന്നും എന്റെ തെറ്റല്ല മറ്റൊരാളുടെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ആത്മാവിൽ പരിശുദ്ധി ഉണ്ടാവില്ല. എന്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു ക്രോധത്തിന് വെളിയിൽ പോകാൻ പറ്റില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ എന്താണ് എന്റെ പ്രയാസം, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് സംഭവിക്കുന്നത്, എന്റെ ഡിവോഷണൽ പരമായിട്ട് എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ടോ എന്ന് ഞാൻ തിരിച്ച് എന്റെ കുറ്റത്തിന് ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ അതിനെ എന്റെ ഹൃദയത്തിൽ തിരുത്താൻ എപ്പോൾ ശ്രമിക്കുന്നോ അപ്പോൾ മാത്രമേ എനിക്ക് ക്രോധത്തിന് വിജയിക്കാൻ പറ്റൂ. തിരിച്ച് ഞാൻ അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഒരാൾ നമ്മളെ കുറിച്ച് ചിലപ്പോൾ ചെയ്തത് അയാൾ പറയുന്നത് ശരിയായിരിക്കാം, എങ്കിലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും, നമ്മൾ ചെയ്യാത്ത തെറ്റിനായിരിക്കാം പറയാം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിനയാന്വിതനായിട്ടിരിക്കാൻ പഠിക്കണം. പിന്നെ ജിഹ്വാവേഗം, നാവിന്റെ ത്വര.
നാക്ക്, നമ്മൾ കാണുന്ന ഇതെന്ത് കണ്ടാലും അതിനെ ആസ്വദിക്കണം എന്നുള്ള തൃഷ്ണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭഗവത് പ്രസാദം മാത്രം കഴിക്കുക. ഉദര ഉപസ്ഥ വേഗം, ജനനേന്ദ്രിയങ്ങളുടെ വേഗം നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള ആളിനെ ആണ് ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ രണ്ടാമത്തെ ശ്ലോകത്തിന് കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നുണ്ട്, അത്യാഹാര പ്രയാസച്ച. അത്യാഹാരം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് എന്തും സ്വീകരിക്കുന്നതിനുള്ള നമുക്ക് ഒരു ത്വര. ആഹാരം മാത്രമല്ല, ഇന്ദ്രിയ വിഷയങ്ങളായാലും ശരി, എന്തിനേയും നമുക്ക് ആവശ്യമുള്ളതിൽ അധികം സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരു പ്രവണത, അതിന് നമ്മൾ നിയന്ത്രിക്കണം. നമുക്ക് ആവശ്യം, നമുക്ക് കേൾക്കാവുന്നതിനേക്കാളും കൂടുതൽ, നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും അധികം ഉണ്ടാക്കുന്നതിനുള്ള ഒരു അത്യാഗ്രഹം, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അത്യാഹാര പ്രയാസ കഠിനാധ്വാനം, അധികമായ നമുക്ക് എന്താണോ ആവശ്യം അതിലധികം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം. നമുക്ക് ധനമുണ്ട്, പക്ഷെ ആ ധനം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ധനം സമ്പാദിക്കുക, എനിക്ക് സമ്പന്നനായിരിക്കണം, എനിക്ക് കുറെ കാശുകൾ, എനിക്ക് എന്റെ ഘടന അനുസരിച്ച് എനിക്ക് ലക്ഷങ്ങൾ എന്റെ ബാങ്ക് അക്കൗണ്ട് വരുന്നത്, ഒരുപാട് കാശുണ്ടാക്കുന്നത്, ഇത് തെറ്റല്ല. പക്ഷെ എനിക്ക് ഉള്ളതിനെ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന അമിതമായ ആ പ്രയത്നം, അതിനെയാണ് എന്ത് പറയുന്നത്, അത്യാഹാരം. എനിക്ക് സ്വാഭാവികമായിട്ട് കാശ് വരുന്നുണ്ട്, അതെനിക്ക് സമ്പാദിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എന്റെ ബോധം മുഴുവൻ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് വരുന്നതിനേക്കാളും ഇരട്ടി എങ്ങനെ ഉണ്ടാക്കാം, അതിനേക്കാൾ കൂടുതൽ എനിക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ചിന്ത, അതിനെയാണെന്ന് പറയുന്നത് പ്രയാസ കഠിനാധ്വാനം, അത്യാഹാര പ്രയാസ. പിന്നെ പ്രജൽപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ആവശ്യമില്ലാത്ത ഗ്രാമ്യമായ സംസാരം. മറ്റുള്ള നമ്മൾ കൂടിയിരിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ഡിസ്കസ് ചെയ്യുക, ഒരുപാട് ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നതാണ് പ്രജൽപ എന്ന് പറയുന്നത്. പ്രജൽപ പല രീതിയിലാവാം. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു 2 പേർ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലാണ്, പിന്നെ നമ്മൾ അരമണിക്കൂർ ഇരുന്നാലും നമ്മൾ രാഷ്ട്രീയമേ സംസാരിക്കുള്ളൂ. ഇനി ഒരാളെ കുറിച്ച് കുറ്റം, അപ്പുറത്തെ വീട്ടുകാരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കറുകറ ശബ്ദിച്ച കാക്കയെ ശബ്ദിച്ചെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, അറിയാമോ? ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നു നിന്നപ്പോൾ അവരുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് നോക്കിയപ്പോൾ അവരുടെ കൊച്ച് ഛർദിച്ചു. ആ ഛർദിച്ചതിൽ ഒരു കറുത്ത പൊട്ട്, ഒരു ചെറിയൊരു കറപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടി, അയ്യോ നോക്ക്, എന്റെ കൊച്ചു ഛർദിച്ചത് എന്തോ കുറച്ച് കറപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കേട്ടോണ്ടിരുന്ന ആളെന്ത് ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചു, അത് നീ അറിഞ്ഞാ, അപ്പുറത്തെ വീട്ടില് ആ കൊച്ചു ഛർദിച്ചു, ആ ഛർദിച്ചതിൽ എന്തോ കറുത്ത ഒരു വലിയ സാധനം കിടക്കണമെന്ന് പറഞ്ഞു, കറുകറാന്നിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ആ വീട്ടുകാർ എന്ത് ചെയ്തു, അവര് വന്നിട്ട് നീ അറിഞ്ഞ അപ്പുറത്ത് ശ്യാമളയുടെ വീട്ടിൽ പോയപ്പോ അവരുടെ കൊച്ച് കറുകറാന്നൊരു വലിയ സാധനം, അത് കുറച്ചുകൂടെ വേണ്ടി ഛർദിച്ചെന്ന് പറഞ്ഞു. ഈ ആള് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞു, നീ അറിഞ്ഞ അപ്പുറത്തെ ശ്യാമളയുടെ കൊച്ചൊരു കാക്കയെ ഛർദിച്ചു, ഒരു കാക്കയെ ഛർദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ പറയാനുള്ള നമ്മുടെ ഒരു ത്വരയുണ്ട്. പ്രജൽപ, ആവശ്യമില്ലാതെ എന്തെങ്കിലും സംസാരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയമാണ് പറയണമെന്നില്ല, എന്ത് വേണോ സംസാരിക്കുക. അത് കേട്ടാൽ നമുക്കൊരു പ്രസവ വേദനയാണ്. ഇങ്ങനെ അത് ആരെടുത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ഇനി ഒരാളുടെ മുമ്പ് ചെന്ന് പറയുന്നവരെ ഈ സ്ത്രീ എന്താ പ്രസവ വേദന നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞൂടെ? ഒരു പ്രസവ വേദന പോലെ അയ്യോ പ്രസവിക്കാൻ പറ്റുന്ന സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന കണ്ടിട്ടില്ലേ? പ്രസവ വേദന അറിയാമോ? പ്രസവ വേദന കണ്ടാൽ നമുക്ക് അറിയണമെന്നില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രസവ വേദന എടുക്കുന്ന സ്ത്രീകളുടെ എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രസവ വേദന എന്തെന്ന് അറിയാം. രാവിലെ വെളുപ്പാകാലത്ത് ഭാര്യ 2 മണിയായപ്പോഴത്തേക്ക് പ്രസവ വേദന തുടങ്ങി. അപ്പൊ ഞാൻ എടുത്ത് കാറിലാക്കി കൊണ്ടുപോയതാണ്. അപ്പൊ പ്രസവ വേദന എന്താണെന്ന് എനിക്കറിയാം. അവർക്ക് പ്രസവത്തിലേക്ക് വലിയ ഒരു വിമ്മിഷ്ടമാണ്, അവർക്ക് പറ്റൂല. ആ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് എവിടെ നിന്ന് എന്തെങ്കിലും ഇതൊക്കെ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിഞ്ഞിട്ടായിരിക്കും, പക്ഷെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു വിമ്മിഷ്ടമാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മുഖമൊക്കെ അങ്ങ് ചുവന്ന് തൊടുത്ത് ഒരു അസ്വസ്ഥതയാണ്, നമ്മളെ കണ്ണൊക്കെ അങ്ങ് ഒരുമാതിരിയായി. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക്, അവർക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി ഒരു സ്ഥലത്ത് പോയി പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയായാലും അവർ ഹെലികോപ്റ്റർ പിടിച്ചായിരുന്നു അടുത്തടുത്ത് പോകും. അവർക്ക് വണ്ടി കൂലിക്ക് പൈസ ഇല്ലെങ്കിലും അവർ ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടെങ്കിലും അവിടെ പോയി ആ കാര്യം പറഞ്ഞു കഴിയുമ്പം എന്തോ ഒരു ആശ്വാസം എന്നറിയാമോ? അത് ഇന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, ഇയാളുടെ വേദന അയാൾക്ക് കൊടുത്തു.
ഇത് കേട്ട അവർക്ക് എന്താണ്? ഇതിലും വലിയ വേദനയാണ്. അതിനി പോയി ഇനി ഒരാളെടുത്ത് സംസാരിക്കുക. 2-3 പേർ ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബന്ധമില്ല, നമുക്ക് നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കാത്ത, നമുക്ക് ഒരു ദോഷമോ ഒരു ഗുണമോ ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ സംസാരിച്ച് ഒരു ആസ്വാദനം പറഞ്ഞ ഒരു വല്ലാത്തൊരു മനസ്സുഖം, എന്തോ ഒരു മനസ്സുഖം നമുക്ക് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് 5 പൈസ ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, 5 പൈസ ദോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ അതുമില്ല. ഞാൻ കാരണം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതുമില്ല. പിന്നെ എന്താണ്? ഒരു മനസ്സുഖം. പോയി പറയുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അയാൾ കേട്ടല്ലോ, അയാളെ കാര്യം കൂടെ കേട്ടല്ലോ എന്നാണ്. ഇതൊരു തരം അസൂയയും കൂടെയാണ്. മനസ്സിലായി? ഇവരൊക്കെ അടുത്ത ജന്മത്തിൽ തേളായിട്ടൊക്കെ ജനിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇതാണ് പ്രജൽപാത്രം. ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യുക, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം സംസാരിക്കുക, അതൊക്കെ വേണ്ടെന്നല്ല രാഷ്ട്രീയം. പക്ഷെ അത് മാത്രമാണ് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറ്റി. എവിടെ കണ്ടാലും അത് സംസാരിക്കാനുള്ള ഒരു മനസ്സിലായി. ചില ഭക്തന്മാരെ കണ്ടിട്ടുണ്ട്, അവര് ചില വീടുകളിലൊക്കെ നമ്മൾ പോയാൽ എവിടെയെങ്കിലും പോയി അവർ മറ്റുള്ളവർ സംസാരിച്ച് ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, മിണ്ടാതെ ഇരിക്കും, ഒന്നും സംസാരിക്കില്ല. അവര് നമ്മളെ കൂടെ ഇരുന്നാലും അവർ മിണ്ടായിരിക്കും, ഇങ്ങനെ ചിരിച്ചോണ്ട് മിണ്ടായിരിക്കും. നിങ്ങൾ അവരുടെ അടുത്ത് പെട്ടെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ഇസ്കോണില് കാര്യങ്ങളൊക്കെ പോകണുണ്ടാ എന്താ മറ്റേ അപ്പൊ അവർ പതുക്കെ ആക്റ്റീവ് ആവുന്നതാണ്. അവരെ സംബന്ധിച്ചത് അവർക്ക് ഇഷ്ടമുള്ള വിഷയം എന്താണ്? കൃഷ്ണനെ കുറിച്ച് അറിയണ്ട. ഇപ്പൊ ജന്മാഷ്ടമിക്ക് നിങ്ങൾ പല ഇതുപോലെയാണ്, നിങ്ങളിപ്പോ ഇന്നലെ മെസ്സേജ് കണ്ട ഇങ്ങനെ വല്ല അവർക്ക് പറഞ്ഞു നോക്ക്, അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ മറ്റുള്ളവർ ഈ സംസാരിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു താല്പര്യമേ ഇല്ല. അവര് ബാക്കിലോട്ട് അങ്ങ് ഒതുങ്ങിയിരിക്കും. അവർക്ക് നാച്ചുറൽ താല്പര്യം വരില്ല. കാരണം അതാണ് പ്രജൽപ എന്ന് പറയുന്നത്. പ്രജൽപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ഒരു ഗുണമോ ഒരു ദോഷമോ ഒന്നും ചെയ്യാത്ത ഒരു കാര്യത്തിനെ പറിച്ച് അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ഗ്രാമ്യമായ കാര്യങ്ങളും കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയാം, ചുമ്മാ ഒരു മഴ, ഇന്ന് മഴയൊന്നും ഇല്ല അല്ലേ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. അത് ചെന്നിരിക്കുന്നത് അമേരിക്കൻ വിഷയത്തിലായിരിക്കും, മഴയെ തുടങ്ങിയതായിരിക്കും. അതാണ് പ്രജൽപ. പിന്നെ നിയമാഗ്രഹം. എന്ന് പറഞ്ഞാൽ അമിതമായ നിയമത്തിനുള്ള ആസക്തി. ഒന്ന് ആഗ്രഹ, ഒന്ന് നിയമം പാലിക്കുകയില്ല. എത്ര പറഞ്ഞാലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കില്ല, യമനിയമങ്ങളും പാലിക്കില്ല, ഒരു കാര്യം പാലിക്കുക. എല്ലാം കുഴപ്പമില്ല, ഭയങ്കര ഞാൻ ഡിവോട്ടിയാണ്, ഞാൻ ഗോസ്വാമിയുടെ ആളാണ്, അതുകൊണ്ട് ഭക്തിയിൽ അങ്ങനെയൊന്നും എല്ലാം പറഞ്ഞിട്ട് എല്ലാത്തിനും എക്സ്ക്യൂസ് പറഞ്ഞ് പാലിക്കാതിരിക്കുക. ഇനി ചില ആൾക്കാരുണ്ട് ഭയങ്കരമായ നിയമങ്ങളായിരിക്കും, റൂൾസ് ആൻഡ് റെഗുലേഷൻ. കാരണം കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു ശ്വാസം മുട്ടിക്കുന്ന നിയമമായിരുന്നു. ഇതിന് അങ്ങനെ ഇരുന്ന്, അതെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഈ ചെമ്പെടുത്ത് അങ്ങനെ വെച്ചതിന്, ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ നിയമങ്ങൾ പിടിച്ച് കടുത്തിൽ കിടക്കുക. ഓരോന്നിലും ആവശ്യമില്ലാത്തതിലെല്ലാം നിയമങ്ങളെ കടുപ്പിടിക്കുക. പ്രഭുപാദ് പറഞ്ഞത് എന്താണ്? നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കുക, നമ്മൾ സ്വയം പെർഫെക്റ്റ് ആയിരിക്കുക, മറ്റുള്ളവരെടുത്ത് കുറച്ച് ലിബറൽ ആയിരിക്കുക. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ നിയമങ്ങൾ കറക്റ്റ് അനുസരിക്കുക. മറ്റുള്ളവരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചയൊക്കെ വരുത്തിയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുറച്ച് ലിബറലായിട്ട് എടുക്കുക, കുറച്ച് അയഞ്ഞെടുക്കുക. കാരണം അയാൾ ഇപ്പൊ പ്രഭുപാദ് ഉണ്ടായിരുന്ന കാലത്ത്, പ്രഭുപാദ് അമേരിക്കയിൽ ചെയ്യുമ്പോൾ അവിടെ പ്രഭുപാദ് മലക്കറി എരിയാൻ ജയിലിൽ വെക്കുമ്പോൾ ഈ സായിപ്പന്മാർ അവര് സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് ചെന്ന് വലിക്കുന്നത്. അവര് മലക്കറി കുറച്ച് വെളി വന്ന് സിഗരറ്റ് വലിച്ചിട്ട് തിരിച്ചു പോകും. പ്രഭുപാദ് വന്ന് പറയും, അതവിടെ വയ്ക്കാൻ പറയും, പോയി കൈ കഴുകിയിട്ട് വന്ന് തിരിച്ചു വന്ന് ഇത് മലക്കറിയാം. നമ്മളാണെങ്കിൽ പറയും, പ്രഭു അങ്ങേരുന്നലെ ഇവിടെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് വന്ന് അയാളെ ഇനി ആശ്രമത്തിന്റെ കാമ്പൗണ്ടിലേക്ക് കയറ്റില്ലെന്ന് പറയും. ഇല്ലേ? അയാൾ ആശ്രമത്തിന്റെ കാമ്പൗണ്ടിൽ കയറ്റാതിരിക്കുന്ന ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ചില കാര്യങ്ങൾ ഉചിതമല്ല, അതിൽ മാറ്റിയിട്ട് വേറൊരു സേവ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ പതിതാനാം പാവനേഭ്യോ, പതിതന്മാരുമായിട്ടുള്ള പാവനന്മാരായിട്ടുള്ള വൈഷ്ണവന്മാരുടെ ഒരു സംഘടനയാണ്. ഇവിടെ പതിതന്മാരായ ആൾക്കാരെ എങ്ങനെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള മിഷനാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ നിയമാഗ്രഹവും പാടില്ല. ഭയങ്കരമായിട്ട് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞ് മറ്റുള്ളവരെ ശ്വാസം പിടിക്കാനും പാടില്ല. അതേസമയം നമ്മൾ സ്വയം താനെ അറിഞ്ഞ് പരിശീലിക്കുന്നവരുമായിരിക്കണം. പിന്നെയാണ് ഈ ജനസംഘം. അതാണ് ഞാൻ പറഞ്ഞ അസത്സംഘം, 4 പേരുടെ കൂടെ, അതായത് ബാഡ് അസോസിയേഷൻ, തെറ്റായ അസോസിയേഷനിൽ കൊടുക്കുക, മോശമായ അസോസിയേഷനിൽ ഭക്തന്മാരായ അല്ലാത്ത ആൾക്കാരുമായിട്ട് കൂടുതൽ സഹവാസം അനുഷ്ഠിക്കുക. അതും നമ്മളെ ഭക്തിയിൽ താഴോട്ട് കൊണ്ടുവരും. ഇതിന്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഭക്തനായിട്ടിരിക്കാം, തിലകിട്ടിരിക്കാം, ഉടുപ്പിട്ടിരിക്കാം, പക്ഷെ നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ യഥന്തോഷ അമൃതാത്മാനോ എന്ന് പറയുന്ന കാറ്റഗറിയിലായി പോകും.
ഞാൻ ഈ പറഞ്ഞു തന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അതിനകത്ത് ഈശ്വരന്റെ കാരുണ്യം പ്രതീക്ഷിച്ചല്ല ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അകൃതാത്മാനോ ഈ പറഞ്ഞ പോലെ ജനസംഖ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്തനായിരിക്കാം. ഞാൻ ഇതേപോലെ ഒരു കല്യാണത്തിന് പോയി, നിറയെ ഭക്തന്മാർ, ഒരുപാട് ഭക്തന്മാര് ഉള്ള ഒരു സംഘം. പക്ഷെ അതിൽ ഒരു ഗ്രൂപ്പ് പയ്യന്മാരുണ്ട്. അതിനകത്ത് ഇവരെല്ലാം കൂടെ ഞാനൊരു വാനി കയറി പോയി. പക്ഷെ അവിടെ പോകുമ്പോ ഇതിനകത്തുള്ള 1-2 പയ്യന്മാർ മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. തീർത്തിന് പോകണം. പക്ഷെ അവരതിനകത്ത് ഭയങ്കരമായിട്ടുള്ള സിനിമ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ്. കുറച്ച് സമയം എന്റെ കൂടെ ഇരുന്ന ഭക്തനെ നോക്കിയപ്പോ കാണാനില്ല. നോക്കിയപ്പോ ആ ബസ്സിന്റെ അകത്ത് ആ പുള്ളി അവരുടെ കൂടെ തമിഴിലെ ഏതോ രജനീകാന്തിന്റെ പാട്ടിട്ട് അതിന്റെ കൂടെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബാഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം അതിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതിലോട്ട് നമ്മൾ അതങ്ങ് വലിച്ചെടുക്കും. നമ്മൾ അതിനോട്ട് അതുകൊണ്ട് കൂടുതലും നമ്മൾ ഈ അസോസിയേഷൻ ഒഴിവാക്കുക. ബാഡ് അസോസിയേഷൻ, അതായത് ഈ നമ്മുടെ ഭക്തന്മാരല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മൾ ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ ലൗല്യം എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം. ഒന്നിന്റെ മേലിലും നമ്മൾ തീവ്രമായ ആഗ്രഹം വയ്ക്കാൻ പറ്റില്ല. നമുക്ക് എന്താണോ ഭഗവാൻ തരാനുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് ഭഗവാൻ തരും. മനസ്സിലായി? അതാണ് പറയുന്നത് തക്ഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രമിച്ചാൽ മതി. എന്താണ്? ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. ഭഗവാനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്താണ് ഡ്യൂട്ടി? നിങ്ങളുടെ ജീവിതം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങളുടെ കടമ എന്താണ്? നിങ്ങളുടെ പ്രവർത്തനം എന്താണ്? നിങ്ങളുടെ ജോലി എന്താണോ അത് മാത്രം ചെയ്ത് പോയാൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അയ്യോ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, ഒരാൾ എന്നെ പ്രസാദിപ്പിച്ചാൽ അങ്ങനെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യം. ഭഗവാൻ അവിടെ ഇടപെട്ടോളൂ. ഭഗവാൻ അവിടെ ഇടപെടും. ഇനി ഞാൻ തന്നെ എല്ലാ കാര്യവും ചിന്തിച്ചോളാം, ഞാൻ തന്നെ എന്റെ പ്രയത്നത്തിൽ ഞാൻ ജീവിച്ചോളാം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഭഗവാൻ ഇടപെടില്ല. ശരി, നീ തന്നെ ആയിക്കോ എന്ന് ഭഗവാൻ വിചാരിക്കും. അപ്പൊ അവിടെയും ഭഗവാൻ അതിനടുത്ത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് തരാനുള്ളതല്ലോ വരാനുള്ളത് എന്താണോ അത് ഭഗവാൻ നിങ്ങളുടെ കയ്യിലെത്തിക്കും. നിങ്ങളുടെ കയ്യിലെത്തിയ സാധനത്തിനെ ഭഗവാൻ തന്നെ സംരക്ഷിച്ചോളും എന്നുള്ള വിശ്വാസം വേണം. അത് ഞാൻ പറയുന്നത് രക്ഷത്തി വിശ്വാസം. എന്നെ ഏതവസ്ഥയിലും ഭഗവാൻ രക്ഷിച്ചുകൊള്ളും. ആ ഒരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ട് വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഉപദേശാമി പറഞ്ഞു വന്നത്, അകൃതാത്മനഃ, നമ്മൾ ഒരുപാട് കാലം ജപിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ട് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആത്മസാക്ഷാത്കാരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്റെയും നമ്മളുടെ പലരുടെയും ഹൃദയത്തിനകത്ത് എന്തുണ്ട്? ഭൗതികമായ ആഗ്രഹങ്ങളും ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള വകയുണ്ട്. ഞാൻ ഭഗവാന്റെ സേവനത്തിലാണ് ഇരിക്കുന്നത്, ഞാൻ ഭഗവാന്റെ നാമം കൃത്യമായിട്ട് ജപിക്കുന്നുണ്ട്, യമനിയങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് എനിക്ക് ആ ഭക്തി കിട്ടുന്നില്ല? ഈ ചോദ്യം ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ കുറെ കാലം കൊണ്ട് ജപിക്കുന്നുണ്ട് പ്രഭു, എന്നിട്ട് എനിക്ക് എന്തിങ്ങനെ വന്നു? കാരണം കുറെ കാലം കൊണ്ട് നമ്മൾ ജപിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പുറമെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അചേതസഹ, ഹൃദയത്തിനകത്ത് എന്തുണ്ട്? മാലിന്യമുണ്ട്, ഹൃദയശുദ്ധി ഉണ്ടായില്ല. ഇതാണ് പത്മഞ്ച യദന്തോഹ്യപ്രധാനോ നൈനം പച്ചന്റെ അചേതസഹ. അചേതസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധികളെന്നാണ്. അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. അത് അകൃതാത്മനഃ. അയാൾ ചെയ്തെന്നുണ്ടെങ്കിലും ഹൃദയത്തിന് ശുദ്ധി വരുത്തുന്നില്ല. എല്ലാം ജപിക്കുന്നുണ്ടെങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന ഇന്ദ്രിയ സുഖത്തിനാണ്. എനിക്ക് എന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും എന്റെ ഇന്ദ്രിയ സുഖാസ്വാദനത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും എപ്പോഴും മനസ്സിലുള്ളത്. അമ്പലത്തിന് വരും, ഞായറാഴ്ച വരും, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും, ദാനധർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യും. പക്ഷെ ബാക്കിയുള്ള സമയം മുഴുവൻ വേവലാതി ആരെ പറ്റിയാണ്? എന്റെ ഇന്ദ്രിയ സുഖം, എന്റെ സമ്പത്ത്, എന്റെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കും എന്റെ ചിന്ത കൂടുതലുള്ളത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യമായി പോകും. നമ്മൾ ഈ ജന്മം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെ പോകേണ്ടി വരും? സ്വർഗലോകത്ത് പോകേണ്ടി വരും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം നേരിട്ട് ഭഗവാൻ ഗോലോകത്തിൽ രഥത്തിൽ വന്ന് കൊണ്ടുപോകുമെന്ന് വിചാരിക്കരുത് ഉടനെ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ ഹൃദയശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ആ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം മതി ഒരാൾക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ. വേറെ ഒന്നും വേണ്ട. ഒരാൾക്ക് വേറെ ഒന്നും വേണ്ട. ഗുരു നിങ്ങൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉപദേശിച്ചെന്ന് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെ പോവാം? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് മാലിന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നത്, ഇത് കേൾക്കണമെന്ന് പറയണം. കാരണം നമ്മൾ അചേതസഹാണ്, നമ്മളെല്ലാം മന്ദബുദ്ധികളാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല.
അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം മുതലായ പുസ്തകങ്ങളൊക്കെ നമ്മൾ നിരന്തരം പഠിക്കണം, ശ്രവണം ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളിന് ഹൃദയശുദ്ധി ഉണ്ടാവുക. അപ്പൊ ഹൃദയശുദ്ധി വരുത്തുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് ചെയ്യുന്നു, എന്തിന് ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, എന്റെ ലക്ഷ്യം എന്താണ്, അതിനകത്ത് ഞാൻ എത്ര സിൻസിയറാണ്, എത്രമാത്രം ഞാൻ അതിന് ഉള്ള ആളാണ്. അപ്പൊ എന്റെ ആത്മാർത്ഥത അതിൽ ഞാൻ എത്രമാത്രം കൂടുതൽ കാണിക്കുന്നു, എന്റെ പ്രവർത്തനത്തിലും എന്റെ ആധ്യാത്മിക ജീവിതത്തിലും ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ചിന്ത വേറൊരിടത്താണെങ്കിൽ അതിനകത്ത് എന്തില്ല, ആത്മാർത്ഥതയില്ല. അങ്ങനെ ഒരാൾക്ക് ഹൃദയശുദ്ധി കുറവായിരിക്കും. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അതിനകത്ത് സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആരടുത്തേക്ക് ഭഗവാന്റെ കാരുണ്യം, നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് നിന്നും കാരുണ്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹൃദയ പരിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാവുകയില്ല. നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരിക്കലും നമ്മൾ ഹൃദയത്തിൽ നിന്ന് കാമക്രോധങ്ങളെ അകറ്റുവാൻ പറ്റിയിട്ടില്ല. ചരിത്രത്തിലും അത് അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ എന്റെ കാമത്തിനെയും ക്രോധത്തിനെയും നിയന്ത്രിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർക്ക് അത് നിയന്ത്രിക്കാൻ ഉള്ള കാര്യം നടപ്പല്ല. നമുക്ക് പുറത്തൊന്നും വേണ്ട, നമ്മുടെ ഇസ്കോണിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം. ആ ഒരു വൈരാഗ്യത്തോടു കൂടി നമ്മൾ അതിനുവേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഹൃദയശുദ്ധി ഉണ്ടാവില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പോകും. 16 മാല എന്നുള്ളത് നമ്മൾ ദേവി 64 മാല ജപിച്ചു നോക്കും. രാവിലെ മുതൽ വൈകുന്നേരം ഞാൻ 64 മാല ജപിക്കും, ഞാൻ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഇരുന്ന് ചെയ്താലും ശരി എന്ത് ചെയ്യില്ല, എനിക്ക് ഹൃദയശുദ്ധി ഉണ്ടാവില്ല. അവിടെ എന്ത് വേണം, വിനയത്തോടു കൂടി ഹൃദയത്തോട് എന്നെ കൊണ്ട് ഇത് സാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ ഹൃദയത്തിലുള്ള കാമത്തിനെയും ക്രോധത്തിനെയും ഇല്ലാതാക്കാൻ എനിക്ക് പറ്റൂല, എന്റെ ഹൃദയശുദ്ധി നടക്കാൻ എനിക്ക് പറ്റൂല, ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കുന്ന ആളാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ജപത്തിന്റെ അർത്ഥം എന്താണ്? ഭഗവാനെ എന്നെ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടുത്തണേ, ഭഗവാനെ എന്റെ ഹൃദയത്തിൽ നിന്ന് കാമം ഞാൻ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഭഗവാനെ എന്നെ നിരന്തരമായി അങ്ങയുടെ പാദസേവനത്തിൽ എന്നെ ഏർപ്പെടുത്തുന്ന കൃഷ്ണ തുതീയ പദപങ്കജ പഞ്ചരാന്തം അധ്യൈവമേ വിശുദ്ധ മാനസ രാജഹംസം. എന്റെ മനസ്സാവുന്ന രാജഹംസത്തിന് അങ്ങയുടെ കാൽകളാവുന്ന കൂട്ടിനകത്ത് മാനസ രാജഹംസത്തിന് തുതീയ പദപങ്കജ അങ്ങയുടെ പാദങ്ങളാകുന്ന ആ കൂട്ടിനകത്ത് എന്റെ ഹൃദയത്തെ അടച്ചിടുന്നതാണ്, എന്റെ മനസ്സിനെ അടച്ചിടുന്നതാണ്. മാനസ രാജഹംസം, എന്റെ മനസ്സാകുന്ന രാജഹംസത്തിനെ അടച്ചിടുന്നേ. അവങ്ങനെ പ്രാണപ്രയാണ സമയേ കപവാദ വിത്തേ കണ്ഠാവരോധനവിതോ സ്മരണം കുതസ്തേ. പ്രാണം പോകുന്ന സമയത്ത് എനിക്ക് അങ്ങയെ സ്മരിക്കാൻ പറ്റൂല ഭഗവാനെ, അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്റെ മനസ്സിനെ എന്ത് ചെയ്യണം, അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഇടണം. ഇതാണ് ഭക്തന്റെ ആഗ്രഹം. ഇതാണ്. ഭക്തൻ അവിടെ എനിക്ക് കാമോ ക്രോധോ ലോഭമോ മോഹോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ ആ പ്രോസസ്സിൽ ഭഗവാന്റെ സേവനത്തിൽ തുടർന്ന് പോകുന്നതുകൊണ്ട് കാമക്രോധങ്ങൾ അയാളെ പിടിക്കുന്നില്ല, മായ അയാളെ പിടിക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ഈ ഭക്തൻ അങ്ങോട്ട് ചെന്ന് മായ പിടിക്കണമെങ്കിലേ ഉള്ളൂ. ഭക്തൻ അങ്ങോട്ട് ചെന്ന് മായ പിടിച്ചാലേ ഉള്ളൂ. നിങ്ങൾ സത്യമാണ്, നിങ്ങൾ നോക്കിക്കോ. ഒരാൾ ആത്മാർത്ഥമായി ഭഗവാന്റെ സേവനത്തിന് സിൻസിയറായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ അയാളടുത്ത് മായ പിടിക്കില്ല. യാഹാൻ കൃഷ്ണ തഹാൻ നയിൻ മായാര അന്ധകാര. അയാൾ ഭഗവാന്റെ സേവനത്തിനാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. എന്റെ ഹൃദയം ഭഗവാന്റെ പാദപത്മങ്ങളിൽ തന്നെ അടച്ചിടണം. എനിക്കതല്ലാതെ വേറൊരു ചിന്തയില്ല. ഭഗവാനെ എന്റെ മരണത്തിൽ ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് അങ്ങയുടെ സ്മരണ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് വിചാരിച്ച് നാളെ ആയിരിക്കുമോ ഞാൻ മരിക്കുന്നത്, ഇത് വിചാരിച്ച് അത് മാത്രമായിരിക്കും ഭഗവാന്റെ ചിന്ത. സദാസമയവും എന്നെ അവസാന കാലം വരെ അവിടുത്തെ പാദപത്മങ്ങളിൽ എന്നെ സ്മരിക്കണേ, അങ്ങ് എന്റെ മനസ്സിനെ രമിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ ഈ ഉള്ള സകലമാന ഭക്തന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഗോസ്വാമിമാരുൾപ്പെടെ. ആ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് മായ അവരുടെ അടുത്തേക്ക് വരില്ല, അവരെ മായ തൊടില്ല. നമ്മളായാലും ആ ഒരു ആഗ്രഹത്തോടു കൂടി ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിൽ മായ നിങ്ങളെ പിടിക്കില്ല, കാമം നിങ്ങളെ പിടിക്കില്ല, ക്രോധം നിങ്ങളെ പിടിക്കില്ല. നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ഒരേ ഒരു കാര്യം, എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഈ ഭൗതിക ലോകത്തിൽ ഒന്നും ആസ്വദിക്കാനുള്ളതല്ല. അത് നിങ്ങൾ മനസ്സിലാദ്യം ഉറപ്പിക്കുക. ഈ ഭൗതിക ലോകത്തിൽ എനിക്ക് നല്ല ജോലി ഉണ്ടാക്കാനോ, നല്ല ഭാര്യ ഭർത്താക്കൾ ഉണ്ടാക്കാനോ, നല്ല കുടുംബം ഉണ്ടാക്കാനോ, അവസാന സുഖസൗകര്യങ്ങൾക്കോ അന്വേഷിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ താൽക്കാലികമാണ്.
ഇതിനൊന്നും വേണ്ടിയിട്ടല്ല എനിക്ക് ഈ ജന്മം തന്നിരിക്കുന്നത്, ഭഗവാനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം എന്റെ കർമ്മഫലം കൊണ്ട് എനിക്ക് വന്നതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാന്റെ പാദസേവനവും ഭഗവാന്റെ പാദസ്മരണയും മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നാമം ജപിച്ചു നോക്ക്, നിങ്ങൾ സേവനം അനുഷ്ഠിച്ചു നോക്ക്, നിങ്ങളെ മായ പിടിക്കില്ല. ഇനി നിങ്ങൾ പോയി അങ്ങോട്ട് മായ പിടിച്ചാലായി. കുറച്ച് ദിവസം ചെയ്തു വരുമ്പോൾ കുഴപ്പമില്ല, ഞാൻ മായൊന്നും പിടിക്കില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പിടിക്കാതിരുന്നാൽ മതി. ശ്രീല പ്രഭുപാദരുടെ ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പ്രഭുപാദര് ഇത്രയൊക്കെ ഒരുപാട് ലോകം മുഴുവൻ പ്രീച്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു കുറച്ചുകൂടെ പതിതന്മാരായ ആൾക്കാരെ പ്രീച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ വേശ്യാസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് താമസിക്കുന്ന തെരുവിൽ പോയി പ്രീച്ച് ചെയ്യാൻ പോയി. അദ്ദേഹം അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അവരെ പ്രീച്ച് ചെയ്യാൻ പോയി. അവിടെ പ്രീച്ച് ചെയ്ത് അദ്ദേഹം വീണുപോയി. എന്താണ് പറ്റിയത്? ഞാനൊരു ഭക്തനാണെന്ന് സ്വയം വന്നപ്പോൾ ഞാൻ വിചാരിച്ച മറ്റേ പലതും ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ട് അവരുടെ പോയി അസോസിയേഷൻ ചെയ്യാൻ പോയി വീണുപോയി. ശ്രീല പ്രഭുപാദ അറിഞ്ഞപ്പോ പറഞ്ഞ് അതൊരു വലിയ മണ്ടത്തരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എപ്പോഴും ഗുരുവിന്റെ നിർദ്ദേശത്തിനകത്തിരിക്കണം, ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശത്തിനകത്തിരിക്കണം. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാനെ മനസ്സിലാക്കുക മാത്രമാണ്. ഈ ഭൗതിക ലോകത്തിൽ വേറെ ഒന്നും എനിക്കില്ല നേടാൻ, ഒന്നും നേടിയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജപിച്ചാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഈ കാമവും ക്രോധവും ഒക്കെ തണുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. അത് നിങ്ങളെ പിടിക്കില്ല. നിങ്ങൾ പിന്നെ അങ്ങോട്ട് ചെയ്ത് ചാടിക്കൊടുക്കായിരുന്നു, അത് പറ്റൂല, പിടിച്ചേ പറ്റുമായ വാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രോധം വാന്ന് പറഞ്ഞ് പോവാതിരുന്നാൽ മതി. മനസ്സിലായോ? അപ്പൊ ഈ ഇതിന് പറയുന്നത് അകൃതാത്മനഃ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അകൃതാത്മന നമ്മളെല്ലാം ചെയ്താലും എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് അത് മാറുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. അത് നമ്മൾ വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. വീണ്ടും നമ്മൾ പുനരവിജനനം, പുനർമരണം, വീണ്ടും സ്വർഗീയമായ ലോകങ്ങളിലും ഉന്നതമായിട്ടുള്ള നിങ്ങൾ സിദ്ധനാവണമെന്നുണ്ട്. രാവിലെ 16 മാല എഴുതി ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സിദ്ധനാണ്, ആത്മാവിനെ നേരിട്ട് കാണണം, ഞാൻ യോഗിയാണെന്ന് വിചാരിച്ചിട്ട് കുത്തിയും ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ സിദ്ധലോകത്ത് പോയിട്ടില്ല. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങളൊരു സിദ്ധനാക്കിയിട്ട് ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും. വീണ്ടും ശരി, ഓക്കെ, നിന്റെ ആഗ്രഹം നടന്നല്ലോ, നെക്സ്റ്റ് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു ഭക്തനായിട്ട് ജപിക്കുന്നു. അപ്പൊ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യമാണ് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കുക. എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കുക? നമ്മൾ എങ്ങനെ സന്തോഷിക്കുന്നതല്ല, ഞാൻ സന്തോഷിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ ആരെ സന്തോഷിപ്പിക്കുന്നതാണ് എന്റെ വിഷയം? ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ് എന്റെ ഇഷ്ടം, അതാണ് എന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ എന്റെ സന്തോഷത്തിന് സെക്കൻഡറി പ്രശ്നമോ, എനിക്ക് അഥവാ ഇൻസൾട്ട് ആയാലും എനിക്ക് അഥവാ വിഷമോ ആയാലും ഞാൻ അതെന്ത് ചെയ്യും? സഹിക്കും. അതിനാണ് ഞാൻ 2 പ്രാവശ്യം ഭഗവത്ഗീത എടുത്ത് വെച്ച് വായിച്ചിട്ട് ഭഗവാനെ സോറി, ക്ഷമിക്കണം, ഞാൻ അറിയാതെ അത് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ് ഭഗവത്ഗീത ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് വായിക്കുക ചെയ്തിട്ട് നമ്മൾ അതിനെ റെക്ടിഫൈ, അതിന് നമ്മൾ ഇല്ലാതാക്കാൻ ചെയ്യും. കാരണം എന്റെ മനസ്സിലേക്ക് ക്രമേണ ഈ വീണ്ടും മാലിന്യങ്ങൾ കടന്നു വരുമ്പോൾ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതില്ലാതാവും. ഭഗവാന്റെ കാരുണ്യം വരുമ്പോഴാണ്, അതാണ് പറയുന്നത് രസവർജ്യം രസോപ്യസ പരം ദൃഷ്ട്വാ നിവർത്തത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ ഭൗതിക ആസ്വാദനത്തിന്റെയും രസം ആ ഉള്ളിൽ അങ്ങനെ കിടപ്പുണ്ട്, അത് അടിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ അതിനെ ഇല്ലാതാക്കിയാലും കൂടെ ഈ പറഞ്ഞ് നമ്മൾ സ്വയം ശ്രമിക്കാൻ കഴിഞ്ഞാലും കൂടെ ആ രസം അടി കിടപ്പുണ്ട്. ആ രസം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഉന്നതമായ ഒരു രസം കിട്ടണം. ഉന്നതമായ രസം എവിടെ കിട്ടും? അത് ഭഗവാന്റെ പാദസേവനത്തിൽ. അതിന് നമ്മൾ സാറ്റിസ്ഫൈ സന്തോഷമാകുമ്പോഴാണ് ഉന്നതമായ രസം കിട്ടണം. ആ ഉന്നതമായ രസം കിട്ടിക്കഴിഞ്ഞാൽ ഈ താഴ്ന്ന രസം ഇല്ലാതായിക്കോളും. പിന്നെ അവിടെ താഴ്ന്ന രസത്തിന്റെ ആസ്വാദനത്തിന് സ്ഥാനമേ ഇല്ല. അപ്പോൾ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള കാര്യം. നമ്മുടെ ഹൃദയ പരിശുദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാനെ എന്നെ അങ്ങയുടെ സേവനത്തിൽ നിരന്തരമായി നിലനിർത്തണേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥിക്കുക. സേവനം എവിടെ കിട്ടണോ അവിടെ ചാടി പിടിക്കുക. അത് എന്ത് സേവനം ആയിക്കോട്ടെ, നമ്മളെ ചുറ്റുമുള്ള 10 പേർക്ക് ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നതായിക്കോട്ടെ, അമ്പലം തൂക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും ഭക്തന്റെ സേവനമായിക്കോട്ടെ, സേവനം എവിടെ കിട്ടിയാലും വിടരുത്. സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. അങ്ങനെ സേവനം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഭക്തി വരും. ഞാൻ മുമ്പേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭക്തിയെ അതിനെ ഉരുത്തിരിച്ചെടുക്കുന്ന നമ്മുടെ ഹൃദയത്തിനാവുന്ന മിഷൻ, ഭക്തി ഉണ്ടാക്കുന്ന മിഷൻ, അത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സേവനമാണ്. ഈ സേവനമാണ് ആ ഭക്തി എന്ന് പറയുന്ന മിഷനെ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞ ഇന്ധനം. എന്താണ്?
ഈ സേവനമാണ്. ഈ സേവനമാകുന്ന ഇന്ധനം ഒഴിക്കുമ്പോഴാണ് ആ മെഷീനകത്ത് നിന്ന് എന്തുണ്ടാവുന്നത്? ഭക്തി ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ആ ഇന്ധനം പ്രവർത്തിക്കില്ല. ആ സേവനമാകുന്ന ഇന്ധനം ഒഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഭക്തി എന്ന് പറയുന്ന ആ ഉണ്ടാവും. അപ്പൊ ഉണ്ടാകുന്ന ഭക്തി നമ്മൾ എവിടെയാണ് കൊണ്ട് സമർപ്പിക്കേണ്ടത്? ഭഗവാന്റെ പാദത്തിലാണ്. അതെങ്ങനെ സമർപ്പിക്കും? ഹൃദയത്തിൽ നമ്മള് സേവനം എന്ന് പറയുന്ന ഓയിൽ ഒഴിച്ച് ആ ഭക്തി ഉണ്ടായി. ആ ഭക്തി എവിടെ കൊണ്ട് സമർപ്പിക്കണം? ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കും? ഭഗവാന്റെ അടുത്ത് എനിക്ക് ഭക്തി ഉണ്ടായി, പ്രേമം ഉണ്ടായി, ഞാൻ എങ്ങനെ സമർപ്പിക്കും? സർവീസ് ചെയ്യുക മാത്രമാണ് അതിനുള്ള ഒരേ ഒരു വഴി. അപ്പൊ ഈ ഉണ്ടായ ഭക്തിയെ എടുത്തുകൊണ്ട് പോകുന്ന ആ വാഹനവും സേവനം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഇന്ധനം, ആ ഓയിലും സേവനം തന്നെയാണ്. ആ സേവനം ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതിനെ ആ ഉണ്ടായ ഭക്തി എങ്ങനെയേ ചുമന്ന് കൊണ്ടുപോകുന്ന ആ വാഹനം, ആ കാരിയർ, അതും സേവനം തന്നെയാണ്. മനസ്സിലായി? അപ്പൊ സേവനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാക്കുന്നതും ആ ഭക്തിയെ ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നതും സേവനം തന്നെയാണ്. അപ്പൊ സേവന മനോഭാവമാണ്. അതിനാണ് ഭഗവാൻ പറഞ്ഞത് ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത്. മനസ്സിലായ? ഡിവോഷണൽ സർവീസ് ആണ്. ഭഗവാൻ ഡിവോഷൻ മാത്രമല്ല, പ്രഭുപാദ് എവിടെ പറഞ്ഞാലും എന്ത് പറയും? ഡിവോഷണൽ സർവീസ്. ഭക്തിയുത ഭഗവത് ഡിവോഷണൽ സർവീസ്. സർവീസ് ഇല്ലാതെ ഡിവോഷൻ ഇല്ല, ഇല്ലേ? സർവീസ് ഇല്ലാതെ ഡിവോഷൻ ഉണ്ടാ. നിങ്ങൾക്ക് ഡിവോഷൻ ഉണ്ടായാൽ സർവീസ് ഉണ്ടാവണം. ആ സർവീസ് കൊണ്ട് ഡിവോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ സർവീസ് ചെയ്യണം. അപ്പൊ ആ ഡിവോഷൻ കൂടി വരും. അപ്പൊ സർവീസ്, സേവനമില്ലാതെ ഡിവോഷൻ ഇല്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ അടുത്ത് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? എന്റെ ഹൃദയം എപ്പോഴും ഭഗവാന്റെ സ്മരണയിൽ ഇരിക്കണം, എന്നെ എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കണം. ഭഗവാന്റെ സേവനത്തിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ എന്ത് ചെയ്തു? ഡിസ്കണക്റ്റഡ് ആയി. എനിക്ക് പിന്നെ അതിനകത്ത് ഒരു ബന്ധവും ഇല്ല. മായ എപ്പ കൃഷ്ണന്റെ അവിടുന്ന് കൃഷ്ണൻ മാറിക്കഴിഞ്ഞാൽ, സേവനം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഹൃദയത്തിലെ ഭക്തി വെറും യാന്ത്രികമായി മാറി. അത് വെറും ഒരു പുണ്യകർമ്മമായിട്ട് മാറി എന്നർത്ഥം. ഞാൻ രാവിലെ 64 മാല ജപിച്ചു, മതി, ഓക്കെ, ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ഒരു തരം സ്മാർത്ഥ ചിന്തയാണ്. എന്താണ് സ്മാർത്ഥ ചിന്ത എന്ന് പറഞ്ഞാൽ? സ്മാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർത്ഥം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ഭക്തിക്കോ ജപത്തിനോ സമർപ്പണത്തിനോ അല്ല, പകരം ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതാണ് സ്മാർത്ഥ വിധി അനുസരിച്ച്. സ്മാർത്ഥം എന്ന് പറഞ്ഞത് സ്മാർത്ഥ വിധി അനുസരിച്ച് ചെയ്യുക, സ്മാർത്ഥ ബ്രാഹ്മണൻ എന്നൊക്കെ നമ്മൾ പറയും. അത് അവർ ആചാരങ്ങൾക്കാണ് പറയുന്നത്. അതിനകത്തുള്ള ഭക്തി ഡിവോഷൻ ഇല്ല. ഇത് കൃത്യമായിട്ട് ചെയ്തോ. വിളക്ക് കിഴക്കോട്ട് തിരിച്ചു വെച്ച് കൊളുത്തിയോ, 8 മണി 5 മണി കൊളുത്തിയോ, അതിൽ 5 തിരി കറക്റ്റ് ആയിട്ടിട്ടോ, അതിനകത്ത് വരച്ച യന്ത്രത്തിനകത്ത് കറക്റ്റ് ആയോ, പിന്നെ നമ്മള് കാണിച്ച ആ വിളക്ക് വന്നിട്ട് താഴെ 4 3 ഇത് കൃത്യമായിട്ട് ചെയ്തോ. ഇങ്ങനെ ആചാരങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. 16 മാല നമ്മൾ തിരിച്ച്, ഞാൻ ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജനിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരാള്, ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വേറെ സൈഡിലോട്ട് നോക്കി ജപിക്കണം. എന്നെ ഒന്ന് കുറെ വഴക്ക് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ ജപിച്ചാൽ ശരിയാവില്ല. ആര് പഠിപ്പിച്ചാലും നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞ് ജപിക്കണേ? തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ജപിക്കണത്. തെക്കോട്ട് തിരിഞ്ഞ് ജപിച്ചു കഴിഞ്ഞാൽ ഒരു ഫലവും കിട്ടില്ല. നിങ്ങൾ ആര് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആര് പഠിപ്പിച്ചാലും ശരി, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞാണ് ജപിക്കണം. അപ്പൊ അവർക്ക് ആചാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഭയങ്കര 16 മാല രാവിലെ എഴിക്കണം, ശ്വാസം മുഴുവൻ അകത്തോട്ട് പിടിച്ചിരുന്ന് ജപിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി പോയിട്ട് ഭാഗവതം എഴുതി വെച്ച് ഭാഗവതത്തിൽ ഒരു 5 ശ്ലോകം മുഴുവൻ കാണാതെ പഠിക്കണം. എന്നിട്ട് എഴുത്തങ്ങ് പോകണം. മനസ്സിലായോ? ഞാൻ എന്റെ ചടങ്ങെല്ലാം കൃത്യമായിട്ട് ചെയ്തു, ഇനി ബാക്കിയൊന്നുമില്ല. അതായത് ചടങ്ങിന് ചെയ്യുന്നെന്ന് പറയും നമ്മൾ. നീരിതാ പൂവിത ഞാനിതാ പോകുന്നു, അല്ലെ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നല്ലേ, പറ്റി എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകും. എല്ലാം കറക്റ്റ്, എല്ലാം മുദ്രകളൊക്കെ കാണിച്ച് നീരിതാ പൂവിത ഞാനിതാ പോകുന്നു, വേണമെങ്കിൽ പറ്റിക്കോ, കടയിൽ കഴിച്ചു. അപ്പൊ അതിനകത്ത് എന്തില്ല? ഭഗവാന്റെ അടുത്ത് ആസക്തി ഇല്ല. അതൊരു ചടങ്ങ് വേണ്ടി മാത്രമായിട്ടില്ല. അതിനാണ് സ്മാർത്ഥ വിധി എന്ന് പറഞ്ഞത്. അവര് സ്മാർത്ഥ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതിലും ചടങ്ങിനാണ് പ്രാധാന്യം. അവരതിനകത്ത് എന്ത് ഭക്തി ഉണ്ടെന്നല്ല നോക്കണേ. അതിലൊരു വാക്ക് തെറ്റിപ്പോയാ പണ്ട് പങ്കജാഗ്രത നിങ്ങൾക്ക് ഭക്തി വന്നിട്ട് അതിനകത്ത് 10 വിധമായിട്ടുള്ള അർച്ചന എന്താ പറയുമല്ലോ, നമ്മൾ ഭഗവാന് ഇതം ആസനം സ്വാഗതം സുസ്വാഗതം ഏതത് പാദ്യം ഇതമർഘ്യം ആചമനീയം പറയും. ഭഗവാൻ ഓരോന്ന് പറഞ്ഞാൽ സമർപ്പിക്കും. ഇതമാസനം ഭഗവാന് ആദ്യം ക്ഷണിച്ചിട്ട് ആസനം കൊടുക്കും. ഇതമാസനം സ്വാഗതം സുസ്വാഗതം ഭഗവാന് സ്വാഗതം ചെയ്യും. ഏതത് പാദ്യം ഭഗവാന് പാദ്യം കൊടുക്കും, അർഘ്യം കൊടുക്കും, ആചമനീയം കൊടുക്കും, പുനരാചമനീയം കൊടുക്കും. ഇങ്ങനെ അവസാനം നിവേദ്യം വരെ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ 10 എണ്ണം നമ്മളിങ്ങനെ പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇത് 10 ഇല്ലേലും നിങ്ങൾ 5 എണ്ണം ആയാലും മതി. അങ്ങനെയല്ലേ? പാദ്യം, അർഘ്യം,
ഗന്ധ പുഷ്പ ധൂപം ദീപം നിവേദ്യം മതി എന്ന് പറയും. അപ്പൊ പറഞ്ഞു ഇത് അതും ഇല്ലെങ്കിൽ ഒരു 3 ആയിട്ട് ഗന്ധവും പുഷ്പവും ധൂപവും മാത്രം കൊടുത്താലും മതി എന്ന് പറയും. ഇനി അതും ഇല്ലെങ്കിൽ ഒരൈറ്റം മാത്രം മതി എന്ന് പറഞ്ഞാലും മതി. ആ ഒരൈറ്റം കൊടുത്താലും ഭഗവാൻ ഒരൈറ്റം കൊണ്ട് ഭഗവാനെ സംതൃപ്തിയാക്കുക. അതെന്താണ്? അതാണ് ഭക്തി. മനസ്സിലായ? ഇതൊന്നും നിങ്ങൾ ഈ വാസനം ഇതെല്ലാം കൊടുത്തിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നതും അത് നീ 5 കൊടുത്താലും പ്രഭു പറഞ്ഞത് എന്താണ്? ഇതൊന്നുമില്ലേലും ഒരൈറ്റം കൊണ്ടും ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ. എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലുള്ള അതാണ് പത്രം പുഷ്പം ഭയം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്ന ആചാരത്തിലോ ചടങ്ങിലോ ചെയ്യുന്ന കാര്യമല്ല, അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കും ഭഗവാൻ. ഭക്തി അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടോ അവിടെ ഭഗവാൻ വരുള്ളൂ. ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഭംഗിയുള്ള ഓർക്കിഡ എന്തോ ഉണ്ടായിരുന്നെങ്കിൽ ശരി, ഒരു വണ്ട് എവിടെയാണ് വരുന്നത്? സുഗന്ധവും തേനുമുള്ള പൂക്കൾ നോക്കിയിട്ടാണ് വണ്ട് അവിടെ ആകർഷിച്ചു വരുന്നത്. അതിനകത്തേ വരുള്ളൂ. അതുപോലെ ഭഗവാൻ ഏത് ഹൃദയത്തിന്റെ അകത്താണോ ഭക്തിയുള്ളത് അത് തിരക്കി വരും. അവിടെ ഭഗവാൻ വരും. അവിടെയാണ് ഭഗവാൻ വരുന്നത്. മനസ്സിലായ? അതായത് ഭാവഗ്രാഹി ജനാർദ്ദന. ഭഗവാൻ സ്വീകരിക്കുന്ന നിങ്ങൾ പുറമെ എന്ത് ചടങ്ങ് ചെയ്യുന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമായാലും ശരി, അതിനകത്ത് ഭക്തിയുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആ ഭാവമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താലും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിഹൃതം അശ്നാമി. അതായത് ഒരു അമ്മ നമുക്ക് വാരി തന്നാൽ എങ്ങനെയിരിക്കും, മറ്റുള്ളവര് വാരി തന്നാൽ എങ്ങനെയിരിക്കും? അമ്മ വാരി തരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം അമ്മ വാരി തരുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? അതിനകത്തൊരു സ്നേഹമുണ്ട്. അത് നമുക്ക് ഒരിക്കലും നിരത്തി. വേറൊരാൾ വാരി തരുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും, ഇല്ലേ? അത് സ്വീകരിക്കാനോ കഴിക്കാനോ നമ്മളെ ഉള്ളിനകത്ത് നമ്മൾ പൂർണ്ണതയോടുകൂടി ആയിരിക്കും സ്വീകരിക്കുക. കാരണം അത് എത്രത്തോളം സ്നേഹമായിട്ട് നമുക്ക് തരുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഭഗവാനും അതുപോലെയാണ്. ഒരു ഭക്തന്റെ സ്നേഹം അതിനകത്തുണ്ടോ, ഭക്തന്റെ പ്രേമം അതിനകത്തുണ്ടോ, അത് എനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അതിനകത്ത് അല്പം പോലും സ്വാർത്ഥ ചിന്താഗതി ഇല്ലാതെ എനിക്കെന്ന് വേണ്ടിയിട്ട് മാത്രമാണോ ചിന്തിക്കുന്നതെന്ന് തോന്നും എന്ന് ഭഗവാൻ നോക്കും. അത് ഭഗവാൻ സ്വീകരിക്കും. അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ചടങ്ങുകളോ ആചാരങ്ങളോ ഒന്നും തന്നെ ഇല്ല, നോക്കൂല. അതാണ് ഉത്തമ ഭക്തന്മാര്. അതാണ് പ്രഭു പറഞ്ഞ രാധാകൃഷ്ണൻ ഭക്തിയും നമ്മൾ രാധാകൃഷ്ണന്റെ പരമമായ ഭക്തി ഒരിക്കലും ആ കണ്ടീഷൻസിന്, അതായത് നിയമനിയന്ത്രണങ്ങൾക്ക് വെളിയിലാണ്. അവിടെ ഗോസ്വാമിമാര് രാധാകൃഷ്ണന്മാരെ വർഷിപ്പിക്കുന്നത് നിയമങ്ങളോ ഉപചാരങ്ങളോ ശാസ്ത്രങ്ങളോ വിധിപ്രകാരമോ അല്ല. അവരവിടെ അവരുടെ ഹൃദയത്തിലുള്ള ഭക്തി കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിൽ എന്താണോ, ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയവർ ചെയ്യും. അവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും നോക്കുന്നത് അല്ല ചെയ്യുന്നത്. ഭഗവാന് എന്താണോ ആഗ്രഹം എന്ന് അവർ മനസ്സിലാക്കി ചെയ്യും. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വിധി പ്രകാരം ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് പോലും ലക്ഷ്മി നാരായണനെ വർഷിപ്പിക്കുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ രാധാകൃഷ്ണനെ ചെയ്യുന്നത് പോലെയല്ല. കാരണം നമുക്ക് ആ ഒരു ഹൃദയശുദ്ധി നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിയന്ത്രണങ്ങൾ ഈ പറഞ്ഞ പോലെ കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ വെച്ചാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനകത്തും നമ്മൾ എന്ത് വേണം? സ്വാർത്ഥതയില്ലാതെ ചെയ്യണം. അത് ഭഗവാൻ എന്ന് വിചാരിച്ചു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഭക്തി വരുന്നത്. അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്തില്ലാതായി പോവും? മാലിന്യങ്ങൾ ഇല്ലാതായി പോവും. അപ്പൊ ഈ ചാപ്റ്ററിലെ ശ്ലോകം ഞാൻ വായിക്കാം. 11. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവശിതം യദന്തോ ഹ്യകൃതാത്മാനോ നൈനം പശ്യന്തി അചേതസഃ. അചേതസായിട്ടുള്ള ആൾക്കാർക്ക്, ബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് യദന്തോ ഹ്യകൃതാത്മാനോ, നമ്മൾ എത്രയൊക്കെ അനുഷ്ഠിച്ചാലും ശരി, നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ഇവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഹൃദയശുദ്ധി വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. നമുക്ക് വരുന്ന സേവനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, നമ്മൾ അതിലധികം സേവനം നമ്മൾ സ്വീകരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ 16 മാല ജപിക്കുന്നതും സേവനം തരണേ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ സേവനം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സേവനം തരുമ്പോ ഇന്ന് സേവനം കൊടുക്കുന്ന ദിവസമാണ്, മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്, പോകണ്ട പ്രഭു, നമുക്ക് അതുവഴി പോകാൻ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പോകും. നമുക്ക് സേവനം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ വന്ന് നമ്മളുടെ ഇതല്ല, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വേണോ സേവനം ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു കലാകാരനാണെങ്കിൽ അയാൾക്ക് ഭഗവാന്റെ ചിത്രം വരയ്ക്കും. അതും നല്ലൊരു സേവനം തന്നെയാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സേവനമാണ്. അവിടെ സേവനത്തിന് വ്യവസ്ഥയില്ല. എങ്ങനെ വേണോ നമ്മുടെ കഴിവിനനുസരിച്ച് സേവനം ചെയ്യാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
അത് ഇദ്ദേഹം ചോദിച്ചത് ഇപ്പൊ ആത്മസാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് ഏത് തരത്തിലുള്ള ഭക്തന്മാരെ നമ്മൾ അനുസരിക്കണം. കനിഷ്ഠാധികാരി, ഉത്തമാധികാരി, മധ്യമാധികാരി. അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ ഒരു സീരിയസ് ആയ കനിഷ്ഠാധികാരി, ഉത്തമാധികാരി, മധ്യമാധികാരി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇതില് കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞ ആളിനെ നമുക്ക് കുറച്ചു ദിവസം, ഒരു മധ്യമാധികാരിക്കാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ എന്താ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾ. ഉത്തമാധികാരിയെയും കനിഷ്ഠാധികാരിയും ഒരു മധ്യമാധികാരികളാണ് നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റും. കാരണം മധ്യമാധികാരികൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാം. അയാൾക്ക് കനിഷ്ഠാധികാരിയും ഉത്തമാധികാരിയും മനസ്സിലാക്കാൻ പറ്റും. കനിഷ്ഠാധികാരിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, കനിഷ്ഠാധികാരി അമ്പലത്തിൽ വരും, വിഗ്രഹത്തിന് കാണും, വിഗ്രഹത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കും. പക്ഷെ ബാക്കിയുള്ള ഭക്തന്മാരാരും ബഹുമാനിക്കില്ല. ഭക്തന്മാരൊന്നും ശരിയല്ല, ഭഗവാന് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു പോകും. പക്ഷെ ഭഗവാൻ ഒരിക്കലും ഭക്തന്മാരുടെ കൂടെ അല്ലാതെ ഇല്ല. ഭഗവാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഇല്ല. ഭഗവാന്റെ പാരഫെർണേലിയാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഭഗവാനുണ്ട്. അപ്പൊ നിങ്ങൾ ഭഗവാനെ തൊഴുതിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഭക്തന്മാരെ കുറ്റം പറയാൻ പാടില്ല, ഭക്തന്മാര് കുഴപ്പം ആണെന്ന് പറയാൻ പാടില്ല. കാരണം ഒരു കനിഷ്ഠാധികാരി അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് അറിവില്ലായ്മയാണ്. ഇനിയും നിങ്ങൾ നേരെ പോയി ഉത്തമാധികാരി എടുക്കാൻ പോയാൽ ഉത്തമാധികാരി നേരെ തിരിച്ചാണ്. ഉത്തമാധികാരി എവിടെ നോക്കിയാലും ഭക്തന്മാരെ മാത്രമേ കാണുള്ളൂ. പരിശുദ്ധ ഭക്തന്മാരെ മാത്രമേ ഉത്തമാധികാരിക്ക് കാണാൻ പറ്റുള്ളൂ. എവിടെയും എല്ലാം എന്തിലും ഏതിലും വാസുദേവ സർവഗതി അത് മാത്രമേ കാണുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേർതിരിവില്ല. പക്ഷെ മധ്യമാധികാരി എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ആരാണ് കനിഷ്ഠാധികാരി, ഉത്തമാധികാരി ആരാണ് എന്ന് മനസ്സിലാക്കും. ഓരോരുത്തരെയും എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. മധ്യമാധികാരിക്ക് ആ നോളജ് ഉണ്ട്, അറിവുണ്ട്. അതിനെ വച്ചിട്ട് എങ്ങനെ വേർതിരിച്ചറിച്ച് ആരെ എങ്ങനെ പെരുമാറണം എന്ന് നന്നായിട്ട് അറിയാം, മനസ്സിലാക്കിയ ആളായിരിക്കും. അതുകൊണ്ടാണ് ശ്രീലപ്രഭുപാദരെ പോലെയുള്ള ശ്രീലപ്രഭുപാദര് ഉത്തമാധികാരിയാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? മധ്യമാധികാരിയെ പോലെ വന്ന കാര്യങ്ങള് എല്ലാം വേർതിരിച്ച് ശിഷ്യന്മാർക്ക് ചെയ്യുന്നത് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഉത്തമാധികാരി അത് പറയുമോ? അത് ഒരിക്കലും പറയില്ല. ഉത്തമാധികാരി ആരും പറയില്ല. അവരെന്ത് ചെയ്യും? ഭഗവാന്റെ സേനാപതി ഭക്തന്മാർ അവർ താഴോട്ട് ഇറങ്ങി വന്നിരിക്കും. ഇനി ഇവരുടെ ശ്രവണം ചെയ്യുന്നതിനും അതുപോലെയാണ്. നിങ്ങളൊരു സാധാരണ ഒരു രാജാവിന്റെ മുമ്പ് കനിഷ്ഠാധികാരി, ഉത്തമാധികാരി അടുത്തുനിന്ന് കനിഷ്ഠാധികാരി, ഉത്തമാധികാരി, മധ്യമാധികാരി ഇവരെങ്ങനെ തിരിച്ചറിയാം എന്നൊരു ചോദ്യം ചോദിച്ചു. ഗിരാജ് പ്രോ ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് 3 തത്തകള്, ആ 3 തത്തകളെ കൊണ്ടുവന്നിട്ടാണ് ചോദിച്ചത്. 3 തത്തകൾ. ഈ 3 തത്തകളിൽ ആരാണ് ഉത്തമാധികാരി, ആരാണ് മധ്യമാധികാരി, ആരാണ് കനിഷ്ഠാധികാരി എന്ന് ചോദിച്ചു. അറിയാമോ കഥ? അപ്പൊ ആ രാജാവ് പറഞ്ഞൊരു കമ്പി കൊണ്ടുവരാൻ. ഒരു കമ്പി കൊണ്ടുവന്ന് പറഞ്ഞാൽ ആദ്യത്തെ തത്തയുടെ ചെവി കൂടെ അതിനെ ഇടാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ തത്തയുടെ ചെവി കൂടെ കമ്പി കുത്തി കയറ്റിയപ്പോ ആ കമ്പി ഇപ്പുറത്തെ ചെവി ഇടാൻ പോയി. അപ്പൊ പറഞ്ഞു ഇത് കനിഷ്ഠാധികാരിയാണ്. ഇതിലെ കയറിയത് ഇതിലേ പോയി. രണ്ടാമത്തെ തത്തയുടെ ചെവി കൂടെ ഈ കമ്പി ഇടാൻ പറഞ്ഞു. രണ്ടാമത്തെ തത്തയുടെ ചെവി കൂടെ കമ്പി ഇട്ടപ്പോ അത് വായി കൂടെ വെളി വന്നു. അതാണ് മധ്യമാധികാരി. കേൾക്കും, കേട്ടത് മനസ്സിലാക്കും, എന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ തത്തയുടെ ചെവി കൂടെ ഇടാൻ പറഞ്ഞപ്പോ ആ കമ്പി വെളിയില് വന്നില്ല. അതായത് ഒരു കനിഷ്ഠാധികാരി എന്താണ് കേൾക്കുന്നത് അപ്പൊ തന്നെ കേൾക്കും, അപ്പൊ തന്നെ കളയും. അത് ഉള്ളില് എടുക്കൂല. ക്ലാസ്സിൽ വന്നിരുന്നാലും എല്ലാം കേൾക്കും. ലാസ്റ്റ് അയാൾ ചിന്തിക്കുന്നതായിരിക്കും, പ്രസാദ് എപ്പോ റെഡിയാവും, കഴിച്ചിട്ട് പോവാം ഇല്ലേ? പ്രസാദത്തിന് ലേറ്റായി, ക്ലാസ് 1:30 മണി കഴിഞ്ഞു. ഓ ഭഗവാനെ, പ്രസാദം റെഡിയായില്ല, ഇങ്ങനെ എത്ര സമയം ഇനി ഇങ്ങനെ സംസാരിക്കാൻ പോകും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഈ പ്രഭാഷണം നടത്തുന്നവനെ ഗ്രാഹിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് പക്ഷെ മധ്യമാധികാരി അങ്ങനെയല്ല. അത് കേട്ടിട്ട് അയാള് ചിന്തിക്കുന്ന എന്തായിരിക്കും? ഈ കേട്ട സാധനത്തിന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇത് ഇനി എങ്ങനെ പ്രീച്ച് ചെയ്യാം, ഇതെങ്ങനെ പ്രീച്ചിങ്ങിന് ഉപയോഗിക്കാം, ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാം, അത് കേട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇനി എന്താണ്? ഉത്തമാധികാരി അത് കേട്ടതിനെ അങ്ങനെ ഉള്ളിലാക്കിയിട്ട് അതിലെ തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? അതിനെക്കുറിച്ച് തന്നെ. അതാണ് ഉത്തമാധികാരി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ആള് നടുക്കുള്ള ആളാണ്, മധ്യമാധികാരിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആരെയാണ്? മധ്യമാധികാരിയാണ്. ഉത്തമാധികാരിയെ നമുക്ക് അധികമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം ഉത്തമാധികാരിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അപരാധങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉത്തമാധികാരിയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അപരാധം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മധ്യമാധികാരിയാണ് നമുക്ക് ഏറ്റവും കൂടി മനസ്സിലാക്കുന്നത്. എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് അവരുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മധ്യമാധികാരിയുടെ ലെവലെങ്കിലും വന്നാലേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മിനിമം ഒരു കനിഷ്ഠാധികാരിക്ക് ഒരിക്കലും മധ്യമാധികാരിയോ ഉത്തമാധികാരിയെ മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഉത്തമാധികാരി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല. അങ്ങനെയൊന്നും ഒരു ഭേദചിന്ത വരേയില്ല. എല്ലാത്തിനും ഈശ്വരനെ കാണും, എന്തിലും ഈശ്വരനെ കാണും. അതാണ് ഉത്തമാധികാരി. പക്ഷെ മധ്യമാധികാരി എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകുള്ളൂ. വേറെ എന്തെങ്കിലും? ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും, ഇപ്പൊ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്, എന്റെ ഹൃദയത്തിനകത്തുണ്ട്, എല്ലാവരുടെ ഹൃദയത്തിനകത്തും ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ നീ ചിന്തിക്കുന്നതും ഭഗവാൻ അറിയാം, പ്രഭു ചിന്തിക്കുന്നതും അറിയാം, ഞാൻ ചിന്തിക്കുന്നതും അറിയാം, നിന്റെ അമ്മ ചിന്തിക്കുന്നത് അറിയാം, നിന്റെ അച്ഛൻ ചിന്തിക്കുന്നത് എല്ലാം അറിയാം. നീ നിന്റെ അമ്മ ചിന്തിക്കുന്ന നിനക്ക് അറിയാമോ? അറിഞ്ഞൂടാ. ആ ചിന്തിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷെ ഭഗവാന് എല്ലാവരും ചിന്തിക്കുന്ന അറിയാം. കാരണം എന്താണ്? എല്ലാവരുടെയും എല്ലാവർക്കും ഭഗവാൻ അറിഞ്ഞൂടാ, മനുഷ്യർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഭഗവാൻ എല്ലാവരും അറിയാം. അറിയാം, ഭഗവാൻ എല്ലാവരും ചിന്തിക്കുന്ന അറിയാം. അതുകൊണ്ടാണ് ഭഗവാനെ പരമാത്മാവെന്ന് പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിനകത്തിരുന്ന് എല്ലാവരും ചിന്തിക്കുന്ന മനസ്സിലാവും.